ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ ഇന്ത്യൻ. നമ്മുടെ വിജയ് സേതുപതി ഹിന്ദിയിൽ പോയിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഇതൊരു ക്ലീഷേ ലവ് സ്റ്റോറി ആയിരിക്കുന്നു. എന്നാൽ എൻ്റെ മച്ചമാരെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് അറിയാലോ. എന്താണോ നിങ്ങൾ വിചാരിക്കുന്നത് അതൊന്നും നടക്കാതെ കഥ വേറൊരു ലെവലിലേക്ക് അങ്ങോട്ട് പോകുക കേട്ടോ. അവസാനമൊക്കെ നിങ്ങൾ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അതുപോലൊരു ക്ലൈമാക്സിലേക്കാണ് എത്തുക. എന്ത് പരിപാടിയായി കാണിച്ചു വെച്ചിരിക്കുന്നത് തോന്നും. ഒന്നുമില്ല, 7 വർഷത്തെ ജോലിയും കഴിഞ്ഞ് ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ആൽബർട്ട് ഒരു ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് തെരുവിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുകയാണ്. അങ്ങനെ അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ബാക്കി ഞാൻ പറയുന്നില്ല, അത് ഈ കഥയിലൂടെ തന്നെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നേരെ ആ ഒരു കഥയിലേക്ക് പോവല്ലേ. സിനിമയുടെ ആരംഭത്തിൽ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച അത് കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഈ ഒരു സ്ക്രീന് രണ്ടായിട്ട് ഭാഗിച്ച് ഒരു ഭാഗത്ത് മിക്സിയിൽ ചമ്മന്തിപ്പൊടി അരക്കുന്നുണ്ട്, അതുപോലെ തന്നെ മറുഭാഗത്ത് മിക്സിയിൽ മരുന്ന്, അതായത് നമ്മൾ കഴിക്കുന്ന ടാബ്ലറ്റ് ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് അടിക്കുകയാണ്. അതുപോലെ തന്നെ ആ ചമ്മന്തി അരക്കുന്ന ആ ഒരു മിക്സിയിൽ ഒരു വെഡിങ് റിംഗ് വെക്കുകയാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെക്കണം കേട്ടോ. അവസാനം അത് ഞാൻ വിശദീകരിച്ച് പറഞ്ഞു തരും. എന്തായാലും ഇതിനുശേഷം നമ്മുടെ കഥാനായകനായിട്ടുള്ള ആൽബർട്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള മരിയ, കൂടെ തന്നെ മകളും ഉണ്ട്. ഇതൊരു ക്രിസ്മസ് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സെലിബ്രേഷന് വേണ്ടി രണ്ടുപേരും അവരുടെ കുഞ്ഞുമായിട്ട് അവിടുന്ന് പോവാണ്. ആൽബർട്ടായിട്ട് വേഷം ധരിച്ചിരിക്കുന്നത് നമ്മുടെ വിജയ് സേതുപതി, അതുപോലെ തന്നെ മരിയായിട്ട് കത്രീന കൈഫുമാണ്. എന്നാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ ആൽബർട്ടും മരിയും അവർ ഭാര്യയും ഭർത്താവാണെന്ന്? ഒരിക്കലുമല്ല. വെറും 2 മണിക്കൂർ മുന്നേ പരിചയപ്പെട്ട 2 സ്ട്രേഞ്ചേഴ്സ് മാത്രമാണ് ആൽബർട്ടും മരിയും. എന്നാൽ എന്തിനാ ഈ രാത്രിയിൽ ഇവർ ഒരുമിച്ച് നടക്കുന്നത്? അതറിയണമെങ്കിൽ ഒരു 7 ദിവസം പിന്നിലേക്ക് നമ്മൾ പോകണം. കഥാനായകനായ നമ്മുടെ ആൽബർട്ട് ഉണ്ടല്ലോ, 7 വർഷം ദുബായിലായിരുന്നു ഒരു എഞ്ചിനീയർ ആയിട്ട്. അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് ഇപ്പൊ മുംബൈയിലേക്ക് വരുന്നത്. 80 കാലഘട്ടങ്ങളിലാണ് ഈ ഒരു കഥ നടക്കുന്നത് കേട്ടോ. സോ അന്ന് മുംബൈ എന്നല്ല ബോംബെ എന്നാണ് പറയാറ് അവിടെ. അങ്ങനെ ബോംബെയിൽ തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് ഇപ്പൊ ആൽബർട്ട് വരികയാണ്. വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് അമ്മാവൻ അവൻ സ്വീകരിക്കുന്നത്. കാരണം അവൻ ദുബായിൽ ജോലിയിലായിരിക്കുന്ന സമയത്ത് അവന്റെ അമ്മ മരണപ്പെട്ടു പോയി. അമ്മാവൻ ഈ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടി അവനെ കോൺടാക്ട് ചെയ്തെങ്കിലും അതിന് പറ്റിയില്ല. അമ്മയുടെ അടക്കത്തിന് വരാനായിട്ട് ആൽബർട്ടിന് പറ്റിയില്ല. അവന് ഭയങ്കര വിഷമമുണ്ട്. അപ്പൊ എന്തായാലും അവന് കിടക്കാനുള്ള റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. കാരണം 7 വർഷത്തിന് ശേഷമാണ് അവൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പൊ അമ്മ കിടന്നിരുന്ന ആ ഒരു റൂമിലേക്കൊക്കെ പോയിട്ട് ഭയങ്കര സങ്കടത്തില് അമ്മയുടെ ഓർമ്മകളുമായിട്ട് അവൻ അങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് അമ്മാവൻ ഒരു വൈൻ ബോട്ടിലുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. നമുക്കൊന്ന് അടിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട, 7 വർഷത്തിന് ശേഷമല്ലേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നത്, ഒന്ന് ചുറ്റി കാണട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് എല്ലാം ധരിച്ചുകൊണ്ട് ആൽബർട്ട് നേരെ സിറ്റിയിലേക്ക് ഇറങ്ങുകയാണ്. 7 വർഷത്തിന് ശേഷമാണ് അവൻ ഈ ഒരു നഗരത്തിലേക്ക് വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പെട്ടെന്ന് ആ സ്ട്രീറ്റിലൂടെ 2 പോലീസുകാർ പോകുന്നത് ആൽബർട്ട് കാണുകയാണ്. അപ്പൊ തന്നെ ആൽബർട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാൻസി ഷോപ്പിലേക്ക് കയറിയിട്ട് ഒരു ചെറിയ കളിപ്പാട്ട് മേടിക്കുന്നുണ്ട്. ഒരു കുഞ്ഞി കുരുവിക്കോട്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അതും മേടിച്ച് കീശയിലിട്ട് കുറച്ചുകൂടെ അവിടെ കൂടെ അങ്ങനെ നടന്ന് പിന്നീട് ഒരു ഡാൻസ് ബാറിലേക്ക് കയറുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടും അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് നല്ല മൂഡായിരുന്നു. പിന്നീട് ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അവൻ നേരെ ബാത്റൂമിന്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയ സമയത്ത് ഭയങ്കര ടെൻഷനിൽ ഒരാൾ അവിടെ നിൽക്കുന്നുണ്ട്. കണ്ടാലറിയാം ആളൊരു റിച്ച് ആയിട്ടുള്ള കോട്ടിയും സ്യൂട്ടൊക്കെ ഇട്ട ആളാണ്. അപ്പൊ ഇയാൾ പെട്ടെന്ന് ആൽബർട്ടിനോട് വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ, എനിക്കൊരു ഇച്ചിരി ധൃതിയുണ്ട്, എനിക്ക് വേഗം പോകേണ്ട ആവശ്യമുണ്ട്. ആ കാണുന്ന ടെഡി ബിയർ ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ലേഡിയും അവരുടെ കുഞ്ഞുണ്ട്. അപ്പൊ അവരോട് അവർ കാത്തിരിക്കുന്ന ആള് കുറച്ച് ധൃതിയായോണ്ട് ഇവിടുന്ന് പോയി എന്നൊന്ന് പോയി പറയോ, പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യൂ, ഒരു ചെറിയ ഉപകാരമില്ലെന്ന് പറഞ്ഞിട്ട് ഇയാൾ പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ഇതിനുശേഷം ആൽബർട്ടിന് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്തിനിപ്പോ ഇയാൾ തിരക്കിട്ട് പോവാണെങ്കിൽ ഇയാൾക്ക് തന്നെ നേരിട്ട് പോയി പറഞ്ഞാൽ പോരെ. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആൽബർട്ട് ഇപ്പൊ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ആ സ്ത്രീയാണ് നമ്മൾ നേരത്തെ കണ്ട മരിയ. അപ്പൊ മരിയയോട് ആൽബർട്ട് ഈ കാര്യം വന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന ആള് എന്തോ അർജന്റ് ആയതുകൊണ്ട് ഇവിടുന്ന് പോയി, ആ കാര്യം എന്നോട് പറയാൻ ഏൽപ്പിച്ചു എന്ന് പറയാണ്. അപ്പൊ ഇത് കേട്ട പാട് തന്നെ മരിയ ആകെ ടെൻഷൻ ആവുകയാണ്. ചുറ്റും നോക്കുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആ ഒരു കൺഫ്യൂഷനിൽ അവൾ അവിടെ ഇരിക്കുകയാണ്. എന്തായാലും ഈ കാര്യം പറഞ്ഞ് ആൽബർട്ട് തൊട്ടപ്പുറത്ത് പോയിരിക്കുകയാണ്. ആൽബർട്ട് ആണെങ്കിൽ മരിയയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞിനെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവളൊരു കൈയെല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് മരിയ അവിടുന്ന് എഴുന്നേറ്റ് പോവാണ്. മരിയ അവിടുന്ന് പോയ സമയത്ത് ആൽബർട്ടിന് അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല. അവന് നൈസായിട്ട് മരിയയുടെ പിന്നാലെ പോകുന്നുണ്ട്. അവൾ നേരെ ചെന്ന് കയറിയത് ഒരു തിയേറ്ററിലായിരുന്നു. അവൾ കയറുന്നതിന് മുന്നേ തന്നെ അവൾ അറിയാതെ ഒരു ടിക്കറ്റ് എടുത്തുകൊണ്ട് ആൽബർട്ടും അവിടെ ചെന്നിരിക്കുകയാണ്. നേരത്തെ കണ്ടതുകൊണ്ട് തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. മോളുടെ പേരെന്താന്നൊക്കെ ഇപ്പൊ ആൽബർട്ട് ചോദിക്കുകയാണ്. അപ്പൊ പേര് പറഞ്ഞു കൊടുക്കുന്നത് മരിയാണ്. അതെന്താ മോളൊന്നും പറയില്ലേ ചോദിക്കുമ്പോൾ അവൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറയണം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ മരിയ നോക്കുമ്പോൾ മുന്നിൽ ആൽബർട്ടിനെ കാണാനില്ല. അതുപോലെ തന്നെ ആനി, അവൾ നല്ല ഉറക്കാണ്. പിന്നെ വീട്ടിലേക്ക് പോയേക്കാം എന്ന് കരുതിയിട്ട് മരിയ ഇപ്പൊ ആനി എടുത്ത് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പൊ പുറത്ത് തന്നെ ആൽബർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ മരിയക്ക് മനസ്സിലായി ഇവൻ എന്തായാലും എന്നെ വിടാനുള്ള ഉദ്ദേശമില്ലാന്ന്. ആ സമയത്താണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ടെഡി ബിയർ താഴെ വീണ് പോകുന്നത്. ആൽബർട്ട് വേഗം വന്ന് അത് എടുത്തു കൊടുക്കുകയാണ്. മേഡം നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്കാണ് ഇപ്പൊ മരിയ പറയാണ്. ഒരു ടാക്സി വിളിച്ചേരട്ടെ ചോദിച്ചപ്പോൾ വേണ്ട നടക്കാനുള്ള ദൂരമുള്ളൂ പറയാം. ഓക്കെ, എന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അറ്റ്ലീസ്റ്റ് ഈ ഒരു ടെഡി ബിയറെങ്കിലും പിടിക്കാന്ന് പറയാണ്. എന്തെങ്കിലും ആവട്ടെ, ഈ രാത്രിയിൽ അവിടം വരെ ഒറ്റയ്ക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് ഒരാൾ കൂടെ ഉള്ളതാണ്. ഇതും കരുതിയിട്ട് മരിയ ഇപ്പോൾ ആൽബർട്ടിനോട് കൂടെ വന്നു എന്ന് പറയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ആ ഒരു സ്ട്രീറ്റിലൂടെ ആനി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ഒരു കാര്യം. പിന്നെ ആ സ്ട്രീറ്റിലൂടെ രണ്ടുപേരും നടക്കുന്നുണ്ട്. ആ സമയത്താണ് ആൽബർട്ട് ഒരു എഞ്ചിനീയർ ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നത്. 7 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ദുബായിൽ നിന്ന് വന്നത്. അതുപോലെ തന്നെ മരിയ, അവൾ ഇവിടെ ഒരു ബേക്കറി
ബേക്കറി നടത്തുന്നുണ്ട്. പക്ഷേ ഈ ക്രിസ്മസ് രാത്രിയിൽ എന്തുകൊണ്ടാണ് മകളുമായിട്ട് ഒറ്റയ്ക്ക് ഇവളിങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് മരിയ പറയാണ് അവളുടെ ഹസ്ബൻഡ് ജെറോം. ആൾ ഈ സമയത്ത് ഏതെങ്കിലും ഒരു സ്ത്രീയുടെ കൂടെ ഏതെങ്കിലും ഒരു ഹോട്ടൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഭയങ്കര ഡ്രഗ് അഡിക്റ്റാനാണ്. ഭാര്യ, കുഞ്ഞ് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ചിന്തയില്ലാത്ത ആളാണ് മരിയയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജെറോം. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അവസാനം മരിയ ഇപ്പോൾ അവളുടെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം കൂടെ വന്ന ആളല്ലേ, അപ്പൊ ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു ഡ്രിങ്ക്സ് കഴിച്ചാലേ എന്ന് കരുതിയിട്ട് മറിയ വിളിക്കുകയാണ് അവന്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് ഇപ്പോൾ ആനി എടുത്തുകൊണ്ട് നേരെ ആ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകുന്ന സമയത്താണ് മരിയ ഒരു കാര്യം പറയുന്നത്. അതായത് എന്റെ ഭർത്താവ് എന്തായാലും ഇങ്ങനെ നടക്കുകയാണ്, അപ്പോൾ അവനോടൊന്ന് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞാനും ഒരുത്തിനെ ഡേറ്റിന് ഇങ്ങോട്ടേക്ക് വിളിച്ചു. ആ ആളെയാണ് നീ ഹോട്ടലിൽ വെച്ച് കണ്ടത്. അവനാണ് നിന്നോട് അവൻ പോയി എന്നുള്ള കാര്യം എന്നോട് പറയാൻ വേണ്ടി ഏൽപ്പിച്ചത്. അതായത് എന്റെ കയ്യിൽ ഒരു കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ അവനൊന്ന് പേടിച്ചുപോയി. ഇപ്പൊ ഇതാ യാദൃശികമായിട്ട് ഈ രാത്രിയിൽ ഞാൻ നിന്നെ കണ്ടുമുട്ടി. ഇപ്പൊ നമ്മൾ ഇതാ വീട്ടിലേക്ക് പോകുന്നു. എന്തൊക്കെയല്ലേ നടക്കുന്നത്? നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യും, നടക്കുന്നത് മറ്റൊന്ന്. അങ്ങനെ നേരെ മരിയയുടെ ആ ഒരു അപ്പാർട്ട്മെന്റിലെത്തി അവർ നേരെ ഉള്ളിലേക്ക് പോവാണ്. ആ ഒരു വീട് വളരെ മനോഹരമായിരുന്നു കേട്ടോ. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ആ ഒരു ഫർണിച്ചർ അറേഞ്ച്മെന്റ് എല്ലാം നല്ല ഭംഗിയാണ്. ആൽബർട്ടിന് കയറി വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ഒരു ഹാപ്പിനെസ് തോന്നുകയാണ്. ഇപ്പൊ മരിയ കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ, അതായത് ആനിയെ കെടുത്താണ്. അതുപോലെ തന്നെ ഒരു ഡ്രിങ്ക് ഒഴിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ ആയിക്കോട്ടെ എന്നിപ്പോൾ നമ്മുടെ ആൽബർട്ടും പറഞ്ഞു. മാത്രമല്ല ഈ മരിയയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജെറോം അതുപോലെ തന്നെ മരിയ ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന കുറേയധികം ഫോട്ടോസ് ഉണ്ട്. എല്ലാത്തിലും രണ്ടുപേരും ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ ഹാപ്പി ആണോ എന്ന് ചോദിക്കുമ്പോൾ മരിയ പറയുന്നത് ആരെങ്കിലും ഫോട്ടോയിൽ കരഞ്ഞോണ്ട് നിൽക്കുക, ചുമ്മാ ഫേക്ക് ആയിട്ടുള്ള ചിരിയാണ് ഇതൊക്കെ, അതിലൊന്നും യാതൊരു കാര്യമില്ല എന്ന് പറയണം. ഇതിനുശേഷം അവരൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മ്യൂസിക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിയെ പതിയെ തുടങ്ങി ഭയങ്കരമായിട്ട് ലൗഡാകുന്ന ഒരു തരം മ്യൂസിക്കാണ്. അതുപോലെ ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് ആൽബർട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ക്രിസ്മസ് ട്രീ കാണുന്നുണ്ട്. ആ സമയത്താണ് അവൻ മേടിച്ച് പോക്കറ്റിൽ വെച്ച ആ ഒരു കിളിക്കൂട് ഉണ്ടല്ലോ അതിന്റെ കാര്യം ഓർമ്മ വരുന്നത്. അവനിപ്പോൾ ആ ഒരു കിളിക്കൂട് പുറത്തേക്ക് എടുത്ത് ആ ഒരു ട്രീയിൽ തൂക്കിയിടുകയാണ്. ആ ഒരു ഡ്രിങ്കും കഴിച്ചുകൊണ്ട് നല്ല മൂഡ് കേട്ടോ. നല്ല ക്രിസ്മസ് രാത്രി. അതുപോലെ തന്നെ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് അവളുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്, ഒരു ഡ്രിങ്ക്സ് കഴിക്കുന്നു. ആർക്കായാലും ഒരു സന്തോഷം തോന്നില്ല മനസ്സിൽ. അതുപോലെ നമ്മുടെ ആൽബർട്ടും നല്ലൊരു മൂഡിലാണ് ഇപ്പോൾ. ഇതേ സമയത്ത് തന്നെ മരിയ ആ ഒരു ഡ്രിങ്ക് ഒഴിച്ചു കൊടുത്ത് മകളെ നോക്കാൻ വേണ്ടി വീണ്ടും താഴേക്കൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഈ നേരം ആ ഡ്രിങ്ക് കഴിച്ചുകൊണ്ട് തന്നെ ആൽബർട്ട് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മ്യൂസിക് അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് അതിങ്ങനെ വളരെ സ്ലോ ആയിട്ട് തുടങ്ങി നല്ല ലൗഡായിട്ട് വരികയാണ്. പിന്നീട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയ മരിയ തിരിച്ചു വരുമ്പോൾ അവിടെ ആൽബർട്ടിനെ കാണാനില്ല. അവൻ അവിടെ ഓരോ കാര്യങ്ങൾ ചുറ്റി നടന്നങ്ങനെ കാണുന്നത്. അതുകൊണ്ടാ തോന്നുന്നു മരിയയുടെ മുഖത്ത് നല്ലൊരു പേടി ആ ഒരു സമയത്ത് വരുന്നുണ്ട്. എന്തായാലും പിന്നീട് ആൽബർട്ടിനെ കണ്ടു. രണ്ടുപേരും വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. പിന്നീട് ഡ്രിങ്ക്സും കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ജോളിയായിട്ട് രണ്ടുപേരും കൂടി റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കാനും തുടങ്ങുന്നുണ്ട്. എന്തായാലും ഡേറ്റിന് വേണ്ടി ഈ രാത്രിയിൽ മരിയ ഒരാളെ നോക്കി നടന്നു. എന്തായാലും നോക്കിയ ആളെ സെറ്റ് ആയില്ല, പകരം മറ്റൊരാളെ കിട്ടി. അതാണ് ആൽബർട്ട്. ചെയ്യുന്നത് തെറ്റാണ്, പക്ഷേ എന്താ പറയാ, പൂർണ്ണമായിട്ടും അവളെ കുറ്റപ്പെടുത്താൻ പറ്റൂ ഇല്ല. അതുപോലെ തന്നെ ആൽബർട്ട് എന്താ പറയാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു. അങ്ങനെ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ആ ഒരു സോഫയിൽ ഇരിക്കുമ്പോൾ മരിയ ചോദിക്കുകയാണ്, ആൽബർട്ട് നീ ശരിക്കും കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ഞാൻ കാണാതിരിക്കാൻ വേണ്ടി നിന്റെ കയ്യിലെ മോതിരം ഊരി ഒളിപ്പിച്ചതാണെങ്കിലോ? ഈ സമയത്ത് ആൽബർട്ട് അവന്റെ പേഴ്സ് എടുക്കുകയാണ്. അതിനുള്ളിൽ നിന്നും ഒരു മോതിരം എടുക്കുന്നുണ്ട്. എനിക്കുണ്ടായിരുന്നു ഒരാളെന്ന് പറയുന്നുണ്ട്. അപ്പൊ മരിയ ചോദിക്കുകയാണ്, എന്താണ് അതിന്റെ പിന്നിലെ കഥ? അത് പിന്നെ ഞാൻ പ്രണയിച്ച ഒരു പെണ്ണ് രാധ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ എന്റെ ആ ഒരു ഇഷ്ടം രണ്ടുപേർക്ക് തീരെ ഇഷ്ടമായില്ല. അതാരാണെന്ന് മരിയ ചോദിച്ചപ്പോൾ ഒന്ന് എന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു ഈ രാധ. അതുപോലെ തന്നെ ഈ രാധയുടെ ഹസ്ബൻഡ്. ഇത് കേട്ടപ്പോൾ മരിയ ഒന്ന് ഞെട്ടിപ്പോണ്. കല്യാണം കഴിച്ച പെണ്ണിനെയാണോ നീ സ്നേഹിച്ചത്? ആ സമയത്താണ് ആൽബർട്ട് പറയുന്നത് ഈ രാധയുടെ ഭർത്താവാണ് ആൽബർട്ടിന്റെ ബോസ്. അതുപോലെ രാധയുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സൈക്കോയായിരുന്നു. അവളിങ്ങനെ എപ്പോഴും ഉപദ്രവിക്കും. എവിടെന്നെങ്കിലും ഒരു ആശ്വാസം കിട്ടുമെന്ന് നോക്കി നടക്കുന്ന സമയത്താണ് രാധ ആൽബർട്ട് രണ്ടുപേരും പരിചയപ്പെടുന്നതും ഇഷ്ടമാകുന്നതും പിന്നീട് അവിടുന്ന് ഒളിച്ചോടുന്നതും. 3 മാസം ഇവർ ഗോവയിൽ പോയി നിന്നു. ഒരു ദിവസം ആൽബർട്ട് ഈ രാധയെ പ്രപ്പോസ് ചെയ്ത് അവളെ കല്യാണം കഴിക്കാമെന്ന ആ ഒരു രീതിയിലേക്ക് വന്ന സമയത്ത് പെട്ടെന്ന് അവൾക്കൊരു ബോധോദയം. അതായത് അവളുടെ ഭർത്താവിനെ ചതിക്കുകയാണ്, ചെയ്യുന്നൊക്കെ വലിയ തെറ്റാണ്. അത് മനസ്സിലാക്കിയ സമയത്ത് 3 മാസം കൊണ്ട് ആൽബർട്ടിനെയും വിട്ട് രാധ തിരിച്ചുപോയി. എന്നാൽ അതിൽ നിന്നും ഒന്ന് റിക്കവറായി വരാൻ വേണ്ടി ആൽബർട്ടിന് തീരെ പറ്റിയില്ല കേട്ടോ. കാരണം ഒരു പുതിയ ലൈഫ് സ്വപ്നം കണ്ട് ജീവിക്കുകയായിരുന്നു അവന്. ഓക്കെ, എന്താണ് നിന്റെ കഥയെന്ന് മരിയോട് ചോദിക്കുമ്പോൾ മരിയ ആദ്യം മറ്റൊരാളുമായിട്ട് നല്ല പ്രണയത്തിലായിരുന്നു കേട്ടോ. പക്ഷെ ആ ഒരു ബന്ധം ഭയങ്കര ടോക്സിക് ആയിരുന്നു. ആ സമയത്ത് മരിയയ്ക്ക് സമാധാനവുമായിട്ട് വന്ന അവളുടെ ഒരു കൂട്ടുകാരനായിരുന്നു ജെറോം. ആ സമയത്ത് ജെറോം ഒരുപാട് തവണ മരിയോട് പറയുന്നുണ്ടായിരുന്നു എന്തിനാണ് ടോക്സിക് ആയിട്ടുള്ള ഇങ്ങനെ ഒരു റിലേഷൻ, അവന് വിട്ട് വന്നേക്കെന്ന് പറഞ്ഞ് പതിയെ ഈ മരിയും ജെറോമും അടുക്കാൻ തുടങ്ങി. അവസാനം അവർ കല്യാണം കഴിക്കുകയും ചെയ്തു. എന്നാൽ കല്യാണത്തിന് ശേഷം ഈ ജെറോമിന്റെ യഥാർത്ഥ സ്വഭാവം മരിയ മനസ്സിലാക്കി. ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. അതുപോലെ തന്നെ സ്ത്രീകളോടും ഒരുപാട് ബന്ധമുള്ള ആളാണ്. അതിന് പുറമെ മരിയ ഭയങ്കര സംശയവും. പിന്നെ പോകെ അവരുടെ ഇടയിലുള്ള ആ ഒരു റിലേഷൻ ഭയങ്കര വഷളായി. ഇവർക്ക് കുഞ്ഞുണ്ടായി ആനി. ആ കുട്ടിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഒട്ടാകെ പറയുകയാണെങ്കിൽ മരിയയുടെ ഫാമിലി ലൈഫ് ഫുൾ ഫെയിലിയർ ആയിരുന്നു. ശരിക്കും ഈ ജെറോമിനെ പേടിച്ചിട്ടാണ് ആനിയുടെ ആ ഒരു ശബ്ദം തന്നെ ഇല്ലാതായി പോയത്. ഇതൊക്കെയാണ് എന്റെ കഥ എന്ന് ഇപ്പൊ മരിയ പറയണത്. ഇതേ സമയത്ത് ആൽബർട്ടിനോട് ഇനി എന്താ നിന്റെ പ്ലാന് ചോദിക്കുമ്പോൾ എന്ത് പ്ലാന്, ചുമ്മാ ഒന്ന് ചില്ലൗട്ട് ആകാൻ വേണ്ടി വന്നു. നിങ്ങളെ കണ്ടു, ഇനിയിപ്പോ പറ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായി എനിക്ക്. എന്തായാലും നമുക്ക് രണ്ടുപേർക്കൊന്ന് പുറത്തു പോയി വന്നാലും. അപ്പൊ മോളം ചോദിച്ചപ്പോൾ ആനി നല്ല ഉറക്കത്തിലാണ്, അവൾ അവിടെ ഉറങ്ങിക്കോട്ടെ എന്ന് പറയും. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ, അതായത് ജെറോം പുറത്തു പോയിരിക്കാണല്ലോ, ഇപ്പൊ ഇല്ലല്ലോ, അയാൾ വന്നാൽ കാണാൻ വേണ്ടി ഒരു നോട്ട് എഴുതി വെച്ചിട്ടാണ് മരിയ പോകുന്നത്. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ പുറത്തേക്ക് പോവാണ്, മോൾ ഇവിടെ ഉണ്ട്, വന്ന ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങാണ്. ജസ്റ്റ് ഒരു 2 മണിക്കൂർ. മോളാണെങ്കിൽ നല്ല ഉറക്കാണ്. അങ്ങനെ
അങ്ങനെ ഇവർ പുറത്തേക്ക് പോയി നല്ല ജോളിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് നല്ല അടിപൊളി കൂട്ടുകാരെ പോലെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ആൽബർട്ടിന് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഈ മരിയെ കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ മരിയക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ആൽബർട്ടിനെയും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഒരു 2 മണിക്കൂറോളം അവരങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. ഇതിനുശേഷം ആൽബർട്ടിന്റെ വീട്ടിലേക്ക് മരിയെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അവർ രണ്ടുപേരും വരുന്നത് അവന്റെ അമ്മാവൻ കാണുകയാണ് കേട്ടോ. രണ്ടുപേരും എൻജോയ് ചെയ്യുന്നു പറയാണ്. എന്തായാലും ഇതിനുശേഷം അവന്റെ അമ്മാവൻ കൊടുത്ത ആ ഒരു വൈൻ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് കുറച്ചൊക്കെ അവൾക്ക് കൊടുക്കുകയാണ്. പതിയെ പതിയെ റൊമാൻറ്റിക് ആയിട്ട് അവളിങ്ങനെ കിസ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് മരിയ അവളുടെ ആ ഒരു മുഖം കണ്ണാടിയിൽ കാണുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്യാണ് എന്നുള്ള ഒരു ബോധം അവൾക്ക് വന്ന് ഇപ്പൊ പെട്ടെന്ന് പറയണേ ഞാൻ ഒന്ന് ടോയ്ലറ്റ് പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് വേഗം പോയി വരികയാണ്. എന്നാൽ ടോയ്ലറ്റ് പോകാനൊന്നും അല്ല, പെട്ടെന്ന് എന്തോ ഒരു കുറ്റബോധം പോലെ. അതുകൊണ്ടാണ് പിന്നീട് വന്നിട്ട് പറയണ ആൽബർട്ടെ എന്നാ പിന്നെ നമുക്ക് പോയാലോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരു ടാക്സി വിളിച്ച് നേരെ മരിയയുടെ വീട്ടിലേക്ക് പോവാണ്. അവളുടെ അപ്പാർട്ട്മെന്റിലേക്കും അതുപോലെ തന്നെ ആൽബർട്ട് തിരിച്ച് അവന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ രണ്ടുപേരുടെ മുഖത്തും എന്തോ ഒരു വിഷമം പോലെ, പിരിയാൻ എന്തോ പറ്റാത്തതുപോലെ. എന്നാൽ ശരി പിന്നീട് എപ്പോഴെങ്കിലും കാണാന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് അവിടുന്ന് പോവാണ്. മരിയം ചെറിയൊരു വിഷമത്തിൽ കുറച്ചു നേരം നിന്നു. അപ്പൊ തന്നെ ഒരു സൈക്കിളിന്റെ ക്ലിങ് ക്ലിങ് ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈക്കിളിൽ മരിയ തന്നെയാണ് അതടിച്ചത്. അതായത് കൂടെ വന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ആൽബർട്ട് പിന്നെ ഒന്നും നോക്കിയില്ല, ഓടിച്ചെന്ന് അവളുടെ കൂടെ നേരെ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ രാത്രി രണ്ടുപേരും കൂടെ ജോളി ആവാൻ വേണ്ടി പോവാണ് കേട്ടോ. എന്നാൽ ഇവര് രണ്ടുപേരും കൂടെ മരിയയുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ അതിന്റെ ഡോറ് ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇനി എങ്ങാനും ജെറോം വന്നിട്ടുണ്ടാവോ എന്ന് കരുതി രണ്ടുപേരും ഉള്ളിലേക്ക് പോയി നോക്കുമ്പോൾ ദാണ്ട കിടക്കുന്ന കഥയുടെ പ്രധാന സംഭവം, അല്ലെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മരിയയുടെ ഭർത്താവ് ജെറോം കയ്യിലൊരു ഗണ്ണും വെച്ച് ഷൂട്ട് ചെയ്ത് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അയാളുടെ ഡെഡ് ബോഡി ആ ഒരു സോഫയിലുണ്ട്. കണ്ടപാട് തന്നെ രണ്ടുപേരും ആകെ ഞെട്ടിപ്പോവാണ്. ആ നിമിഷത്തിൽ എന്ത് ചെയ്യണമെന്ന് പോലും മരിയക്ക് മനസ്സിലാവുന്നില്ല. അവൾ ആ ഒരു ഷോക്കിൽ പെട്ടെന്ന് തന്നെ മകളെ കിടത്തി ആ ഒരു റൂമിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല, സമാധാനമായിട്ട് ആനി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പോഴും നല്ല ഉറക്കാണ് അവൾക്ക്. അതുപോലെ തന്നെ വീണ്ടും പോയിട്ട് ഈ ജെറോമിന്റെ ദേഹം പരിശോധിച്ച് നോക്കുമ്പോൾ പൾസോ കാര്യങ്ങളൊന്നുമില്ല. ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞപ്പോൾ ആൽബർട്ട് ആണ് പറഞ്ഞത് ഈ ജെറോം പൂർണ്ണമായിട്ട് മരിച്ചു കഴിഞ്ഞു എന്ന്. എന്നാൽ വേഗം പോലീസിനെ വിളിക്കുന്നു പറയണം. പോലീസിന് വിളിക്കാൻ പറഞ്ഞപ്പോൾ ആൽബർട്ടിന് എന്തോ ഒരു വേണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയത്തിൽ അവൻ നിൽക്കുകയാണ്. അതുപോലെ എന്തായാലും നീ പോയി ഒന്ന് വിളിക്കുമെന്ന് മരിയ പറയാണ്. പതിയെ പതിയെ ആൽബർട്ട് ആ ഒരു ഫോണിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതേ നേരം തന്നെ മരിയയ്ക്ക് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന്റെ കൂടെ പുറത്തേക്ക് പോവാന്ന് അവൾ എഴുതി വെച്ചായിരുന്നല്ലോ, അത് ഈ ജെറോം വായിച്ചിട്ടാണെന്ന് തോന്നുന്നു. അത് ചുരുട്ടി കൂട്ടി താഴെ ഇട്ടിട്ടുണ്ട്. ചിലപ്പോൾ ആ ഒരു വിഷമത്തിലായിരിക്കണം ഇവൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഇപ്പൊ ഫോൺ വിളിക്കാൻ പോയ ആൽബർട്ട് പോലീസിന് വിളിക്കാൻ നോക്കിയിട്ട് അവൻ വിളിക്കുന്നില്ല. അവൻ സ്വയം തന്നെ ആ ഒരു റിസീവർ കട്ട് ചെയ്യാണ്. ഇത് കണ്ട് മരിയ ചോദിക്കുകയാണ് ആൽബർട്ട് നീ എന്താ വിളിക്കാത്തത്? ഇപ്പൊ ആൽബർട്ട് പറയണം അത് പിന്നെ മരിയ വേറെ എന്ത് വന്നാലും ഞാൻ നിന്റെ കൂടെ നിന്നേനെ, പക്ഷേ ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഞാൻ എന്തായാലും പുറത്തേക്ക് പോവുക. അപ്പൊ മരിയ ചോദിക്കുകയാണ് ഇത്രയും നേരം നല്ല രീതിയിൽ എന്റെ കൂടെ ഉണ്ടായിട്ട് ഒരു പ്രശ്നം വന്നപ്പോൾ നീ എന്നെ ഇട്ട് പോവുകയാണോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഞാൻ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുന്നു. എന്ത് പ്രശ്നം എന്താന്ന് വെച്ചാൽ നീ പറയാന്ന് പറയണം. ആ സമയത്താണ് ആൽബർട്ട് ആ രഹസ്യം പറയുന്നത്. 7 വർഷം ദുബായിലെ എഞ്ചിനീയർ ആയിരുന്നില്ല അവൻ. കഴിഞ്ഞ 7 വർഷം അവൻ ജയിലിലായിരുന്നു. അതും ഒരാളെ കൊന്നത് ആരെയാണെന്ന് നോക്കുകയാണെങ്കിൽ അവന്റെ പഴയ കാമുകിയായിട്ടുള്ള രാധയെ തന്നെ. ഇത് കേട്ടപാട് തന്നെ മരി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് വലിയ എന്തോ ഒരു അബദ്ധം കാണിച്ചതുപോലെ അവൾക്ക് തോന്നുന്നുണ്ട്. അവളിപ്പോ അവനെ പുറത്താക്കുകയാണ്, നീ പോന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ സമയത്തും വേഗം പുറത്തേക്ക് പോകാതെ ആൽബർട്ട് കാണിക്കുന്ന പരിപാടി എന്താണെന്ന് അറിയോ? അവന്റെ കയ്യിൽ ടവലുണ്ട്. അവൻ എവിടെയൊക്കെ തൊട്ടോ ആ ഒരു ഭാഗമെല്ലാം പോയിട്ട് തുടക്കുകയാണ്, ഫിംഗർ പ്രിന്റ് ഉണ്ടാവാതിരിക്കാൻ. അതുപോലെ അവൻ വന്ന സമയത്ത് കീശയിലുണ്ടായിരുന്ന ആ ഒരു കിളിക്കൂടുണ്ടല്ലോ, അതെടുത്തുകൊണ്ട് ആ ഒരു ക്രിസ്മസ് ട്രീയിൽ വെച്ചില്ലേ. ഇപ്പൊ അതിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോൾ ആ സാധനം അവിടെ കാണാനില്ല. അതിപ്പോ ആരും ഊരിക്കളഞ്ഞത്. അതും തപ്പി അവൻ അവിടെ നിൽക്കുമ്പോൾ മരിയപ്പ അവനോട് ഭയങ്കരമായിട്ട് ചൂടാവുകയാണ്, ഷൗട്ട് ചെയ്യാണ്, ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ പറയാണ്. അങ്ങനെ അവസാനം ആൽബർട്ട് ആ ഒരു വീട് വിട്ട്, അതായത് ആ അപ്പാർട്ട്മെന്റ് വിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവസാനമായിട്ട് ആൽബർട്ട് മരിയെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവൻ ആ ഒരു അപ്പാർട്ട്മെന്റ് വിട്ട് നടന്നകലുകയാണ്. ഇതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. 7 വർഷത്തിന് മുന്നേയുള്ള ഒരു ഫ്ലാഷ് ബാക്ക്. അവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു. അതായത് ആൽബർട്ടും അവന്റെ ബോസിന്റെ വൈഫായിട്ടുള്ള രാധ രണ്ടുപേരും കൂടെ നാട് വിട്ടു വന്നു. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സെറ്റ് ആവില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ രാധ അവനിട്ട് പോവാൻ നിൽക്കുകയാണ്. എന്നാൽ ആൽബർട്ട് ഇപ്പോൾ അവളെ തടുത്ത് നിർത്തുകയാണ്. നീ അവിടെ ഇരിക്കുക, ഞാനൊരു ദോശ ഉണ്ടാക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ നേരെ കിച്ചണിലേക്ക് പോവാണ്. കാരണം ഈ ആൽബർട്ടിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവനുണ്ടാക്കുന്ന ആ ഒരു ദോശയും അതുപോലെ തന്നെ ആ ഒരു ചമ്മന്തിപ്പൊടി, ഇതാണ് രാധയ്ക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ദോശ ഉണ്ടാക്കി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുകയാണ്. അതുപോലെ തന്നെ ആ ചമ്മന്തിപ്പൊടിയുടെ ഉള്ളിലേക്ക് ആൽബർട്ട് ഒരു മോതിര റിങ് വെക്കുന്നുണ്ട്. അങ്ങനെ അത് പിന്നീട് രാധക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അതായത് കല്യാണം കഴിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാനാണ് ചമ്മന്തിപ്പൊടിയിൽ ആ മോതിരം വെച്ചത്. പിന്നീട് ആ ഒരു ദോശ കഴിക്കുന്ന രാധയെ കാണിക്കുന്നുണ്ട്. എന്നാൽ ഇതിനുശേഷം കാണിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുന്ന ആൽബർട്ടിനെയാണ്. അവന്റെ പിന്നിൽ പോലീസുകാരുണ്ട്. പോലീസുകാർ വന്നപ്പോൾ രാധയുടെ ഡെഡ് ബോഡിയാണ് കാണുന്നത്. കൂടുതലായിട്ടൊന്നും ആൽബർട്ട് നിഷേധിക്കാൻ നിന്നില്ല. എന്താ സംഭവിച്ചതെന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ അവളെ കൊന്നത് ഞാനാണെന്ന് പറയണം. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾക്ക് ഊഹിക്കാനേ ഉള്ളൂ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് രാധ പറഞ്ഞുകൊണ്ട് മിക്കവാറും ആൽബർട്ട് അവളെ കൊന്നിട്ടുണ്ടാവും. അതിന്റെ പേരിലാണ് 7 വർഷം അവൻ ജയിലിൽ പോയി കിടന്നത്. അങ്ങനെ ആ ഒരു 7 വർഷത്തെ ജയിൽ ശിക്ഷയും കഴിഞ്ഞ് 7 ദിവസം മുന്നേ അവൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെയാണ് മരിയെ കണ്ടതും ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതും വീണ്ടും മറ്റെന്തോ വലിയ പ്രശ്നത്തിലേക്ക് ചെന്ന് ചാടിയതും. എന്തായാലും പുറത്തേക്ക് വന്ന ആൽബർട്ടിന്റെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധമുണ്ട്. അതായത് ഇത്രയും വലിയൊരു സിറ്റുവേഷനിൽ അവൾ പെട്ടിയെടുക്കുകയാണ്, അവൾ ഒറ്റയ്ക്കാക്കി വന്നില്ല എന്നുള്ള ആ ഒരു കുറ്റബോധം. അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഒരു ടീ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അതായത് ഈ മരിയുടെ അപ്പാർട്ട്മെന്റ് നോക്കിയിട്ട് ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. ഇയാളെ കണ്ടപാട് തന്നെ ആൽബർട്ടിന്റെ ഉള്ളിൽ ഒരു പേടി തോന്നുകയാണ്. അതായത് ഇങ്ങനെ ജയിലിൽ പോയതുകൊണ്ട്
അതുകൊണ്ട് തന്നെ പോലീസുകാരെ കാണുമ്പോൾ ഒരു പേടിയാണ്. തുടക്കത്തിൽ അങ്ങനെ ഒരു പോലീസുകാരനെ കണ്ടപ്പോഴാണ് പെട്ടെന്ന് ഒരു ഫാൻസിയിൽ കയറിയിട്ട് ആ കിളിക്കോട് മേടിച്ചത് തന്നെ. ഇപ്പൊ മനസ്സിലായില്ലേ, ആൽബർട്ടിന് പോലീസുകാരെ പേടിയാണ്. അങ്ങനെ പോലീസുകാരനും ഒരു ചായ മേടിച്ച് കുടിക്കുന്നുണ്ട്. ഈ സമയത്താണ് ആൽബർട്ട് നോക്കുമ്പോൾ മരിയ കുഞ്ഞുമായിട്ട് പുറത്തേക്ക് വരുന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ കൂളായിട്ട് നടക്കുകയാണ്. മരിയ ഇപ്പോൾ ആൽബർട്ടിനെ കാണുന്നുണ്ട്, എന്നാൽ കണ്ട ഭാവം നടിക്കാതെ അവൾ അവിടുന്ന് പോവാണ്. ഈ സമയത്ത് ആ ഒരു പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല മേഡം, ഈ രാത്രിയിൽ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് പള്ളിയിൽ കുർബാനുണ്ട്, അങ്ങോട്ടേക്ക് പോവാന്ന്. നിങ്ങളിങ്ങനെ നടന്നു പോകേണ്ട, ഒരു ടാക്സി ആക്കി തരാന്ന് പറഞ്ഞിട്ട് ടാക്സി ആക്കി കൊടുക്കണം. എന്നാൽ മരിയ പോയ അതേ ചർച്ചിലേക്ക് തന്നെ ആൽബർട്ടും പോവാണ് കേട്ടോ. അതായത് ഇത്രയും കൂളായിട്ട് മരിയ നടക്കണമെങ്കിൽ എന്തോ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഈ മരിയ നോക്കി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവൾ തല കറങ്ങി വീഴുന്നുണ്ട്. വേഗം തന്നെ അവിടെ പരിചയമുള്ള ആളാ തോന്നുന്നു, റോണി എന്ന് പേരുള്ള ഒരാൾ ഓടി വന്നിട്ട് മരിയ പിടിക്കുന്നുണ്ട്. എന്താ പറ്റി ചോദിക്കുന്നുണ്ട്. വളരെ കെയറിങ്ങോട് കൂടിയിട്ട് അവളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന ആൽബർട്ടും ഓടി ചെന്ന് ഈ റോണിയെ സഹായിക്കുകയാണ്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് മരിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഇതേ നേരം തന്നെ പാവം നമ്മുടെ ആനി, അതായത് ആ ഒരു സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞ്, ഇവളാരും നോക്കുന്നില്ല. പാവം കുട്ടി ആനിക്ക് ആകെ ഇപ്പൊ അവിടെ പരിചയമുള്ളത് നമ്മുടെ ആൽബർട്ടിനെയാണ്. കുറച്ചു നേരം മുന്നേ കണ്ടതാണെങ്കിലും അയാളായിട്ട് നല്ല കമ്പനി ആയിരുന്നു ആനി. അതുകൊണ്ട് തന്നെ ആനി ഓടി വന്നിട്ട് ആൽബർട്ടിന്റെ അരികിൽ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ബോധമില്ലാതെ കിടക്കുന്ന മരിയുടെ അടുത്തേക്ക് ആൽബർട്ട് ചെല്ലുമ്പോൾ അവൾ പതിയെ കണ്ണ് തുറക്കുന്നുണ്ട് കേട്ടോ. ആ നോട്ടത്തിൽ തന്നെ എന്തോ ഒരു കള്ളത്തരം ആൽബർട്ടിന് തോന്നി. ഈ സമയത്ത് ഒരു മുത്തശ്ശി വന്നിട്ട് മരിയുടെ അടുത്തൊരു വാച്ച് കൊടുക്കുന്നുണ്ട്. മോളെ, നിന്റെ വാച്ച് അവിടെ ഊരിപ്പോയിരുന്നു, ദാ ഇത് കയ്യിൽ വെച്ചെന്ന് പറഞ്ഞു. അങ്ങനെ മരിയ ആ ഒരു വാച്ച് എടുത്ത് നേരെ പേഴ്സിലേക്ക് വെക്കുകയാണ്. ഇതേ നേരം തന്നെ നേരത്തെ അവൾ എടുത്തുകൊണ്ട് വന്ന റോണി ഉണ്ടല്ലോ, ഇച്ചിരി വെള്ളവുമായിട്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് നമ്മുടെ ആൽബർട്ടിന് വീട് പറയണ, ചങ്ങാതി നീ പോയിട്ട് ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്യും, നമുക്ക് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പറയണം. അങ്ങനെ ആൽബർട്ടും പോയിട്ട് കാർ സ്റ്റാർട്ട് ചെയ്യാണ്. അവൻ തന്നെ കാർ ഓടിക്കുന്നുണ്ട്. കാറിന്റെ പിന്നിലാണ് മരിയ അതുപോലെ തന്നെ ഈ റോണി ഇരിക്കുന്നത്. അപ്പൊ റോണി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, ഹോസ്പിറ്റലിൽ പോകണോ? അപ്പൊ മരിയ പറയണ, അതിന്റെ ആവശ്യമൊന്നുമില്ല, രാവിലെ മുതൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കും തലകറങ്ങി വീണത്, പറ്റുവാണെങ്കിൽ എന്നെ ഒന്ന് വീട്ടിലാക്കിയാൽ മതി എന്ന് പറയാം. ഇതേ നേരം തന്നെ ആൽബർട്ട് ഒന്നും അറിയാത്തതുപോലെ മേഡം നിങ്ങളുടെ വീട് എവിടെയാന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മരിയ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും നേരത്തെ പരിചയമുള്ള ആൾക്കാരാണ് എന്നുള്ള ആ ഒരു ഭാവം നടിക്കുന്നേ ഇല്ല. അങ്ങനെ മരിയയുടെ വീട്ടിന്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒരു അപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ അത്. അങ്ങനെ ഇവർ 3 പേരും കൂടെ അങ്ങോട്ടേക്ക് പോകണം. അപ്പൊ മരിയ ഈ പറഞ്ഞ റോണിയോട് ഒരു ഡ്രിങ്ക്സ് കഴിക്കാൻ വരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനും കൂടെ ചെല്ലുകയാണ്. അങ്ങനെ ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ഷൂവിന്റെ ലൈസ് കെട്ടുന്നത് പോലെ ഈ റോണി ഒന്ന് താഴേക്ക് ഇരുന്ന് ഇയാളുടെ വെഡിങ് റിംഗ് ഉണ്ട്, അത് പെട്ടെന്ന് തന്നെ കൈ നൂരിയിട്ട് കീശയിൽ കിടുകയാണ്. ആ കാര്യം ആര് കാണുന്നുണ്ട്? നമ്മുടെ ആൽബർട്ട് കാണുകയാണ്. അപ്പൊ അവനെ നോക്കിയിട്ട് ഒന്ന് കണ്ണിറുക്കുകയാണ്. അതായത് ഈ റോണിയുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ. എന്നാൽ ആൽബർട്ടിന് ഇതൊന്നും വലിയ കാര്യമായിരുന്നില്ല. ഈ മണ്ടൻ എന്തോ വലിയ ട്രാപ്പിൽ ചെന്ന് ചാടാൻ പോവുക എന്നുള്ള കാര്യം ഇപ്പൊ ആൽബർട്ടിന് മനസ്സിലായി. എന്തായാലും ഇതിനുശേഷം മരിയയുടെ ഒരു അപ്പാർട്ട്മെന്റ്, അതിലേക്ക് ഇവർ 3 പേരും വന്ന് കയറുന്ന സമയത്ത് ആൽബർട്ട് ആകെ ഞെട്ടിപ്പോയി. റൂമും അവിടുത്തെ കാര്യങ്ങളും എല്ലാം പഴയതുപോലെ തന്നെ. എന്നാൽ ആ സോഫയിൽ മരിയയുടെ ഹസ്ബൻഡ് ജെറോമിന്റെ ബോഡി കാണുന്നില്ല. ആൽബർട്ടിന് പോയി എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു പിടുത്തവുമില്ല. അതുപോലെ തന്നെ മരിയ റോണിക്ക് ഒരു ഡ്രിങ്ക് ഓഫർ ചെയ്തിട്ട് മകളെ കെടുത്താൻ വേണ്ടി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം തന്നെ ആ ഒരു ഡൈനിങ് ഹാൾ മുഴുവൻ പരിശോധിക്കുന്ന സമയത്ത് ആൽബർട്ട് മറ്റൊന്നുകൂടെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് അവൻ നേരത്തെ ഈ റൂം വിട്ട് ഇറങ്ങി പോകുമ്പോൾ ആ ക്രിസ്മസ് ട്രീയിൽ അവൻ വെച്ച ആ ഒരു കിളിക്കോട് കാണുന്നുണ്ടായിരുന്നില്ലല്ലോ. എന്നാൽ ഇപ്പൊ നോക്കുമ്പോൾ ആ കിളിക്കോട് അവിടെ തന്നെയുണ്ട്. ഇതെന്താ ഇനി വല്ല ടൈം ട്രാപ്പോ അല്ലെങ്കിൽ ടൈം ട്രാവലോ അങ്ങനെ എന്തെങ്കിലും ആണോ? അവനാകെ കൺഫ്യൂഷൻ ആയി പോകുന്നുണ്ട് കേട്ടോ. ഇതേ നേരം തന്നെ ഈ റോണി വന്നിട്ട് പറയണേ, എടോ അടിപൊളി ആളല്ലേ, ഭർത്താവും ഇല്ല, അതുപോലെ തന്നെ ക്രിസ്മസ് രാത്രി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെങ്കൊച്ചല്ലേ, എന്തായാലും നമുക്കൊന്ന് കറക്കി എടുക്കാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആൽബർട്ട് പറയുന്നുണ്ട്, എടാ പൊട്ടാ, ഇവിടെ നടക്കുന്ന എന്താന്ന് പോലും നിനക്കറിയില്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഒഴിവായി പോയിക്കെന്ന് പറയണം. ഈ സമയത്ത് റോണി പറയണത്, എന്താണ് ബോസേ നിങ്ങളിങ്ങനെ ചൂടാവുന്നത്? ഓക്കെ, നമുക്കൊരു എഗ്രിമെന്റിലേക്ക് വരാം. നമുക്ക് 2 പേർക്കും ഇവിടെ നിൽക്കാം, 2 പേർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ആർക്കാണ് വളയുന്നതെന്ന് നോക്കിയിട്ട് അയാൾ ഇവിടെ നിൽക്കട്ടെ. ഇതും പറഞ്ഞ് കൈ കൊടുക്കുമ്പോൾ ആ കൈയെല്ലാം തട്ടിയിട്ട് ആൽബർട്ട് അവിടെ നിന്ന് പോവാണ്. കാരണം ആൽബർട്ടിന് അറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ആര് വരുന്നത്? മരിയ വരുന്നത്. മരിയ വന്നിട്ട് പറയണം, അയ്യോ ഞാൻ ആ ഒരു ചർച്ചിൽ എന്റെ വാച്ച് മറന്നു വെച്ചു. അതിനെന്താ നമുക്ക് പോയി എടുക്കാന്ന് പറഞ്ഞിട്ട് റോണി പറയാണ്. എന്നാൽ ആ ഒരു വാച്ച് മുത്തശ്ശി കൊണ്ടുവന്നിട്ട്, അതായത് ആ പള്ളിയിലുണ്ടായിരുന്ന കുറച്ച് പ്രായമുള്ള ഒരു ലേഡി വന്നിട്ട് മരിയയുടെ കയ്യിൽ കൊടുക്കുന്നത് ആൽബർട്ട് കണ്ടായിരുന്നു. അല്ല നിങ്ങളുടെ ബാഗിൽ അത് ഇല്ലേ എന്ന് ആൽബർട്ട് ചോദിച്ചപ്പോൾ എന്റെ ബാഗിലൊന്നും ഇല്ലാന്ന് പറയണം. ഇപ്പൊ റോണി പറയണം, അല്ല ബോസേ നിങ്ങൾ എന്തിനാ അതൊക്കെ നോക്കുന്നത്, വാ നമുക്ക് എന്തായാലും ചർച്ചിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ കാറിൽ കയറിയിട്ട് അങ്ങോട്ടേക്ക് പോകണം. പോകുന്ന വഴിയിൽ നമ്മുടെ ആൽബർട്ടിനെ അവനിക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് അവിടെ ഇറക്കി വിടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആൽബർട്ട് ഈ ഒരു റോണിയെ നോക്കിയിട്ട് ചെന്ന് കൊടുക്ക്, എന്തോ ഒരു വലിയ ട്രാപ്പ് അവൾ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ചെന്നങ്ങ് ചാടുന്ന് പറയണം. ഈ മണ്ടനാണെങ്കിൽ നല്ല അടിപൊളി ഒരു പെങ്കൊച്ചിനെ രാത്രി കിട്ടിയെന്നുള്ള ഒരു ഹാപ്പിയിലാണ്. എന്നാൽ നമ്മുടെ ആൽബർട്ടിന് ഭയങ്കര ഒരു സംശയം, അതായത് ഈ മരിയ അവിടെ എന്തോ ഒന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്, അതെന്താണെന്ന് എനിക്കറിയണം. അതുകൊണ്ട് തന്നെ ഇവര് പോയ തക്കം നോക്കിയിട്ട് വീണ്ടും ആൽബർട്ട് നേരെ മരിയയുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരികയാണ്. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിയ സമയത്ത് ആൽബർട്ട് ഒരേറ്റ ഞെട്ടലാണ് കേട്ടോ. കാരണം നേരത്തെ കാണാത്ത മരിയയുടെ ഹസ്ബൻഡ് ജെറോമിന്റെ ഡെഡ് ബോഡി ഇതാണ്ട് എവിടെ കിടക്കുന്നത്. എന്നാൽ ഒരു നിമിഷം ആൽബർട്ട് വിചാരിച്ചു, ഇനി ഇതെങ്ങനെ വല്ല പ്രാങ്കേറ്റ് ആയിരിക്കോ, ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ മരിച്ച ആളുടെ അടുത്തേക്ക് ചെന്നിട്ട് ചുമ്മാ ഇങ്ങനെ തട്ടി നോക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ആള് മരിച്ചു, ആ കാര്യം കൺഫേം ആയി. എന്നാൽ തിരിയുന്നില്ല, ഇതെന്താ നേരത്തെ വന്നപ്പോൾ ഡെഡ് ബോഡി കണ്ടില്ല, പക്ഷെ ഇപ്പൊ വന്നപ്പോൾ വീണ്ടും ഡെഡ് ബോഡി കാണുന്നു. ഇനി കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഡെഡ് ബോഡി ഇവിടെ ഉണ്ടാവുമോ? ആകെ കൂടി ആൽബർട്ടിനൊന്നും തിരിയുന്നില്ല. എന്നാൽ അവിടെ വെച്ചിട്ട് ആനി, ചെറിയ മോളുണ്ടല്ലോ, അവളുടെ കരച്ചിൽ കേട്ട് അവളുടെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അവൾ അവിടെ ഉണ്ട്. അപ്പൊ ആൽബർട്ടിനെ കണ്ട് ആനി ആകെ പേടിച്ച് നിൽക്കുമ്പോൾ, മോള് പേടിക്കേണ്ട അങ്കിളാണ് കേട്ടോ. മാത്രമല്ല അവളുടെ ആ ഒരു ഭയം മാറ്റാനായിട്ട് പെട്ടെന്ന് തന്നെ ആൽബർട്ട് വന്നപ്പോൾ മുതലേ ഒരു കാര്യം ചെയ്യാറുണ്ട്. അതായത് പേപ്പർ കൊണ്ട്
കൊണ്ട് ചെറിയ ചെറിയ പക്ഷികളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് ആനിക്ക് ഉണ്ടാക്കി കൊടുക്കാണ്. അവളെ ഒന്ന് കൂളാക്കുന്നുണ്ട്. ഈ സമയത്താണ് പുറത്ത് വാച്ച് എടുക്കാൻ വേണ്ടി പോയ റോണി അതുപോലെ തന്നെ മരിയ രണ്ടുപേരും വരുന്നത്. എന്നാൽ ആനിയുടെ റൂമിൽ ആൽബർട്ട് ഉണ്ട്. ആ കാര്യം മരിയക്ക് അറിയില്ല. എന്തായാലും മരിയ റോണി രണ്ടുപേരും ഉള്ളിലേക്ക് വന്ന സമയത്ത് മരിയ ആദ്യമായിട്ട് അവന്റെ ബോഡി കണ്ട് ഞെട്ടുന്നത് പോലെ ഹാ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞെട്ടുകയാണ്. ആ ശബ്ദം ഇപ്പോൾ ഉള്ളിലിരിക്കുന്ന ആൽബർട്ട് കേൾക്കുന്നുണ്ട്. എന്തായാലും ഡെഡ് ബോഡി കണ്ടതിന് ശേഷം മരിയ ഓടി വരുന്നത് ആനിയുടെ റൂമിലേക്കാണ്. മോൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. എന്നാൽ മോളുമായിട്ട് പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് അവളുടെ അരികിൽ ആൽബർട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന അതേ ടൈപ്പില് ഒരു എന്താ പറയാ കടലാസിന്റെ താറാവിനെ കാണുന്നത്. അപ്പൊ തന്നെ മരിയക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ വീട്ടിൽ എവിടെയോ ആൽബർട്ട് വീണ്ടും വന്ന് കയറിയിട്ടുണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോ ദാണ്ടെ ആൽബർട്ട് അവിടെ തന്നെയുണ്ട്. ഇപ്പൊ മരിയ പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ആൽബർട്ട് നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് പോന്ന് പറയുന്ന സമയത്ത് ആൽബർട്ട് പറയാണ് ഇല്ല ഞാൻ പോവില്ല, നീ ഇവിടെ എന്തോ ഒന്ന് കാണിക്കുന്നുണ്ട്, അതെനിക്ക് അറിയണമെന്ന് പറയാണ്. അങ്ങനെ അവൻ പോവാത്തത് കൊണ്ട് അവൻ ആ ഒരു റൂമിലാക്കി വാതിലടച്ച് മരിയ നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. അവിടെ തന്നെ റോണിയുണ്ട്. മരിയ ആകെ ടെൻഷനിലാണ്. ഇപ്പൊ റോണി പറയണ നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് എന്തായാലും പോലീസിനെ വിളിച്ച് കാര്യങ്ങൾ പറയണം. അതായത് ഈ റോണിയും അവളുടെ ഹസ്ബൻഡ് ജെറോം മരിച്ചു കിടക്കുന്നത് കാണുന്നുണ്ട്. ഭയങ്കര ടെൻഷനായിട്ട് മരിയ അവിടെ നിൽക്കുന്ന സമയത്ത് അവളുടെ ദേഹത്ത് തൊട്ടും തലോടിയും കൊണ്ട് റോണി അവിടെ തന്നെ നിൽക്കുകയാണ്. നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ പോലീസിനോട് പോയിട്ട് കാര്യം പറഞ്ഞിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകണം. ഈ ഒരു സമയത്ത് ആൽബർട്ടിനെ മരിയ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്. ദയവ് ചെയ്ത് എന്റെ ജീവിതം നശിപ്പിക്കരുത്, കൊളാക്കരുത്, ഒന്ന് പോയിത്താ പ്ലീസ് പ്ലീസ് അങ്ങനെ പറഞ്ഞപ്പോ ആൽബർട്ട് ഓക്കെ എന്നാ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ പിന്നിലൂടെ ഇറങ്ങി പോവാണ്. എന്നാൽ ആ സമയത്ത് ഒരുപാട് പോലീസുകാർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലൂടെ ആൽബർട്ടിന് പോകാൻ കഴിയില്ല. എന്ത് തേങ്ങയത്. ഓക്കെ എന്തായാലും അവർ പോകുന്നത് വരെ വേറെ ഏതെങ്കിലും റൂമിൽ പോയിട്ട് വിളിക്കാന്ന് കരുതിയിട്ട് 3rd ഫ്ലോറിലേക്ക് പോയിട്ട് അവിടെ ഒരു പഴയ റൂം ഉണ്ടായിരുന്നു. അവിടേക്ക് ആൽബർട്ട് കയറി നിൽക്കുകയാണ്. എന്നാലുണ്ടല്ലോ അവിടെ ഒരു കാര്യം കണ്ട് ആൽബർട്ടിന്റെ കിളി പാറിപ്പോവാണ്. എന്നാൽ അവന്റെ കിളി പാറാൻ മാത്രം എന്താണ് അവിടെ കണ്ടത് എന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇതിനുശേഷം മരിയയുടെ കൂടെ നിൽക്കുന്ന റോണിയെ കാണിക്കുകയാണ്. അതായത് അവൻ ആ ഒരു അവസരം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദേഹത്ത് തൊട്ടും തലോടുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, പോലീസുകാർ ഇപ്പൊ വരും, അവർ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിക്കോളും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ആൽബർട്ട് അവന്റെ കാര്യം ഒന്നും പറയണ്ട, ഒരു പാവാണ്, വെറുതെ അവൻ ഇതിലേക്ക് വലിച്ചെടുക്കണ്ട. അതായത് റോണി ഇപ്പൊ ചെയ്യുന്നത് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുകയാണ്. അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവളുടെ കൂടെ നിന്ന് അവളൊന്ന് വളച്ചെടുക്കാം എന്നാണ് അവൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും അല്പനേരം കഴിഞ്ഞപ്പോൾ 2 പോലീസുകാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒരു ലേഡി പോലീസ് ആയിട്ടുള്ള പത്മയും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ രാജും. വന്ന പാട് തന്നെ പത്മ അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ ഇതൊരു ആത്മഹത്യയല്ല, ഒരു കൊലപാതകമായിട്ട് പത്മയ്ക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ഇൻസ്പെക്ടർ രാജ് അയാൾ നോക്കുമ്പോൾ ഹേയ് മാഡം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, ഇതൊരു ആത്മഹത്യ തന്നെയാണ്. എന്തായാലും പിന്നീട് രാജു വന്നിട്ട് നമ്മുടെ മരിയോട് അല്ല നിങ്ങളുടെ ഭർത്താവിന്റെ കയ്യിൽ എങ്ങനെയാ ഒരു ഗണ്ണ് വന്നത്, അത് എവിടുന്ന കിട്ടിയ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് എപ്പോഴും പേടിയാണ്, അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഗണ്ണ് ഇങ്ങനെ വെച്ചത്. ഓഹോ അപ്പൊ അയാൾക്ക് ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ആ ശത്രുക്കളൊന്നും ഇല്ല സാറേ, അയാളൊരു ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ്, എല്ലാം അയാളുടെ ഒരു തോന്നലാണ്. ഓക്കെ എന്തായാലും അവിടെ ഇപ്പൊ മരിയുടെ കുട്ടിയുണ്ടല്ലോ ആനിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പത്മ അതായത് ആ ഒരു ലേഡി പോലീസ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ മരിയുടെ കൂടെ നിൽക്കുന്ന റോണി അയാളോട് നീ ആരാണ്, അവന്റെ ഡീറ്റെയിൽ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ സംസാരം കേട്ടുകൊണ്ടിരുന്ന മരിയക്ക് ഒരു കാര്യം മനസ്സിലായി. റോണി അയാളുടെ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് റോണി മരിയോട് നുണ പറഞ്ഞതാണ്. എന്നാൽ മരിയക്ക് നന്നായിട്ട് അറിയാം എന്തിനാണ് റോണി ഇവിടെ നിൽക്കുന്നതെന്ന്. അതുകൊണ്ട് അവൾ അത് വലിയ കാര്യമാക്കി എടുക്കുന്നൊന്നുമില്ല. ഇതേ സമയത്ത് തന്നെ മകളായിട്ടുള്ള ആനിയോട് ഈ ഒരു ഇൻസ്പെക്ടർ രണ്ടുപേരും രാജ് അതുപോലെ തന്നെ പത്മ വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും ആനി ഒരു മറുപടിയും കൊടുക്കുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നിട്ട് മരിയ കുഞ്ഞിനെ എടുക്കുകയാണ്. നിങ്ങൾ എന്ത് ഈ കാണിക്കുന്നത്, അവൾക്ക് സംസാരിക്കാൻ കഴിയില്ല. ഇതും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് ആനി എടുത്തിട്ട് ഡൈനിങ് ഹാളിൽ പോയിരിക്കുകയാണ്. എന്നാൽ പത്മയ്ക്ക് ഇപ്പോഴും നല്ല സംശയമുണ്ട്, ഇതൊരു ആത്മഹത്യയൊന്നുമല്ല, ഇതൊരു കൊലപാതകമാണ്. അതായത് എന്റെ ഒരു നിഗമനം വെച്ച് ഈ മരിയ ഉണ്ടല്ലോ അവളുടെ കൂടെയുള്ള ആ ഒരു റോണി രണ്ടുപേർക്കിടയിൽ ഒരു അവിഹിത റിലേഷൻ ഉണ്ട്. മിക്കവാറും ഇവളുടെ ഹസ്ബൻഡ് ജെറോം അത് കണ്ടുപിടിച്ചിട്ടുണ്ടാവണം. പോരാത്തതിന് ആളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കണ്ട സമയത്ത് ഇവർ തന്നെ അവനെ കൊല്ലാനല്ലേ സാധ്യത എന്ന് പറഞ്ഞ സമയത്ത് ഇൻസ്പെക്ടർ രാജ് പറയാണ് ഓ അങ്ങനെയൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല, പല കേസും പല രീതിയിലാണ്, എവിഡൻസ് ഇല്ലാതെ നമുക്ക് യാതൊരു കാര്യം കൺഫേം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ മറ്റൊരു കാര്യം കാണുകയാണ്. അതായത് ഈ റോണി ഉണ്ടല്ലോ ആ സോഫയിൽ നിന്ന് ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോൾ അതിനിടയിൽ കൈയിട്ട് എന്തോ തപ്പുന്നു. ഇത് കണ്ട പാടിനെ രാജ് ഓടി വന്നിട്ട് എന്താ അവിടെ കാണിക്കുന്നത്, തെളിവുകൾ ഇല്ലാതാക്കാൻ നോക്കുകയാണോ? ഇപ്പൊ റോണി ആകെ ഒന്ന് പേടിച്ചു പോയിട്ട് പറയണം അല്ല സാറേ അത് പിന്നെ എന്റെ പേഴ്സ് ഇവിടെ വെച്ചായിരുന്നു, അത് കാണുന്നില്ല, അതിലാണ് എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാം ഉള്ളത്. നീ എന്തോ ഒരു ടൈപ്പാണല്ലോ, നടക്ക് സ്റ്റേഷനിൽ വെച്ച് നിന്നോട് കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ട് അവനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. അതുപോലെ തന്നെ മരിയോട് ഇൻസ്പെക്ടർ രാജ് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു വീട് തൽക്കാലത്തേക്ക് പൂട്ടിയിട്ടേക്ക്, കാരണം ഇതൊരു ക്രൈം സീനാണ്, ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതേ സമയത്തിന് മരിയ പറയുന്നത് സാറേ ഞാൻ വേറെ എങ്ങോട്ട് പോകാനാ, എനിക്ക് വേറെ റിലേറ്റീവ്സ് ഒന്നുമില്ല, നിങ്ങൾ ക്രൈം നടന്ന ആ ഒരു സ്ഥലം വേണമെങ്കിൽ പൂട്ടിയിട്ടോ, ഞാൻ അപ്പുറത്തെ റൂമിൽ കിടന്നോളാം. ഇവിടെ വെച്ച് രാജ് മറ്റൊരു കാര്യം കൂടി ചോദിക്കണം. അല്ല മാഡം ഇവിടെ വെച്ചൊരു വെടിവെപ്പ് നടന്നിട്ടും ഒരാൾ പോലും എന്ത് ഇങ്ങോട്ടേക്ക് വരാത്തത്? ആ സമയത്താണ് മരിയ ആ ഒരു കാര്യം പറയുന്നത്. അതായത് ഈ അപ്പാർട്ട്മെന്റിലെ എല്ലാ ആൾക്കാരും ജോലിക്കാരാണ്, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ലീവ് എടുത്ത് എല്ലാവരും നാട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ താമസിക്കാൻ കാരണം എന്റെ ബിസിനസ്സും താമസവും സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ്. ബിസിനസ്സോ എന്ത് ബിസിനസ് ചോദിക്കുമ്പോൾ ഈ അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും താഴെയായിട്ട് ഒരു ബേക്കറി ഉണ്ട്, ആ ബേക്കറിയാണ് ഈ മരിയ റൺ ചെയ്യുന്നത്. ഇതാണ് മരിയയുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. എന്തായാലും ഇൻസ്പെക്ടർ രാജ് അവളെയും കൂട്ടി നേരെ ആ ഒരു ബേക്കറിയിലേക്ക് വന്ന് നോക്കുന്നുണ്ട്. നാളെ രാവിലെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഈ ബിസ്ക്കറ്റുകൾ അതുപോലെ തന്നെ ബണ്ണ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ ആ ഒരു കിച്ചണിൽ. അതുപോലെ തന്നെ ഈ വിറകെല്ലാം മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കട്ടിംഗ് മെഷീൻ ഉണ്ടല്ലോ അതിന്റെ വലുതൊരെണ്ണം അവിടെ ഉണ്ടായിരുന്നു. ഇതെന്തിനാ ചോദിച്ചപ്പോൾ ഇപ്പൊ അവള് പറയണ വിറകൊക്കെ കട്ട് ചെയ്തിട്ട് അടുപ്പിന്റെ ഉള്ളിലേക്ക് വെക്കാനാണ്. ഓക്കെ എന്തായാലും ഞങ്ങൾ ഇപ്പൊ പോവുകയാണ്, എന്തെങ്കിലും വിവരത്തിന്
വേണ്ടി വിളിച്ചാൽ ഉടനെ നിങ്ങൾ വരേണ്ടി വരും. അങ്ങനെ മരിയ അപ്പോൾ പോലീസുകാർ പോകുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ ഒരു ടോർച്ച് അതുപോലെ തന്നെ മരം മുറിക്കുന്ന ഈ ഒരു മെഷീൻ ഇതെടുത്തുകൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ നേരെ മുകളിലേക്ക് കയറി പോവാണ്. അതായത് കാര്യമായിട്ട് അവൾ എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒന്നു മുതൽ സിനിമ ആരംഭിച്ചത് മുതൽ വ്യക്തമായ ഒരു പദ്ധതി അവൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ വീഡിയോ ഇപ്പോഴും ലൈക്ക് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് പോലീസ് പോയി കഴിഞ്ഞപ്പോൾ മരിയയുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ വലിയൊരു മാറ്റം വന്നു. അവൾ ആ ഒരു കട്ടിംഗ് മെഷീനും ഒരു ടോർച്ചുമായിട്ട് നേരെ മുകളിലേക്ക് കയറി ചെന്നു. പോലീസ് ലോക്ക് ചെയ്ത, അതായത് ക്രൈം സീനിൽ ലോക്ക് ചെയ്ത ആ റൂം ഉണ്ടല്ലോ, അത് പൂർണ്ണമായിട്ടും ഈ ഒരു വാള് വെച്ച് വെട്ടി മുറിച്ച് അവിടെയുള്ള ഫർണിച്ചേഴ്സ് ഇത് മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്തെവിടെ ഈ സംഭവിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാൽ അതേ റൂമിൽ തന്നെ മരിയ ഇപ്പോൾ ആൽബർട്ടിനെ കാണുകയാണ്. അവളാകെ ഞെട്ടിപ്പോയി. നീ ഇതുവരെയായിട്ടും പോയിട്ടില്ലടാന്ന് പറഞ്ഞിട്ട് ആ വാളുമായിട്ട് അവനെ വെട്ടാൻ പോകുമ്പോൾ ഇപ്പൊ ആൽബർട്ട് മരിയെ പിടിക്കുകയാണ്. അവിടെ കിടന്ന് അവൾ ഭ്രാന്ത് കാണിക്കുന്നുണ്ടെങ്കിലും അവസാനം ആൽബർട്ടിന്റെ ആ ഒരു പിടിയിൽ അവളൊന്ന് തളർന്ന് വരികയാണ്. ഈ സമയത്താണ് ആൽബർട്ട് നേരത്തെ കണ്ട് ഞെട്ടിയ ആ ഒരു കാര്യം അതെന്താണെന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഈ ഒരു അപ്പാർട്ട്മെന്റ് ഇതിൽ ഒരുപാട് നിലകളുണ്ട്. അതിൽ രണ്ടാമത്തെ നിലയിലാണ് മരിയ താമസിക്കുന്നത്. എന്നാൽ മരിയ ആൽബർട്ടുമായിട്ട് ആദ്യമായിട്ട് അപ്പാർട്ട്മെന്റിലേക്ക് വന്ന സമയത്ത് അവൾ പോയത് രണ്ടാമത്തെ ഫ്ലോറിലല്ല, മൂന്നാമത്തെ ഫ്ലോറിലാണ്. അതായത് അവളുടെ അപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെയുള്ള സെയിം കോപ്പി ആയിട്ടുള്ള ഒരു റൂം മൂന്നാമത്തെ ഫ്ലോറിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യമായിട്ട് ആൽബർട്ടിനെ കൂട്ടി മരിയ ഇങ്ങോട്ടേക്ക് വന്നു. പിന്നീട് രണ്ടാമത് ആൽബർട്ടിനെയും കൂട്ടിയിട്ട് മരിയ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പോയത് രണ്ടാമത്തെ ഫ്ലോറിലേക്കാണ്. അവിടെയാണ് അല്ലെങ്കിൽ ആ അപ്പാർട്ട്മെന്റിലാണ് ശരിക്കും മരിയയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള ജെറോമിന്റെ ബോഡി ഉണ്ടായിരുന്നത്. ഈ കാര്യം ആൽബർട്ടിന് മനസ്സിലായി. അതുപോലെ തന്നെ അവൻ ആദ്യം പോയ സമയത്ത് ആ ക്രിസ്മസ് ട്രീയിൽ അവന്റെ ആ ഒരു കിളിക്കൂട് തൂക്കിയിട്ടായിരുന്നല്ലോ. എന്നാൽ രണ്ടാമത് വന്നപ്പോൾ ക്രിസ്മസ് ട്രീയിൽ ആ ഒരു കിളിക്കൂട് ഉണ്ടായിരുന്നില്ല. കാരണം രണ്ടാമത് വന്നത് അതേപോലെ തന്നെയുള്ള സെക്കൻഡ് ഫ്ലോറിലെ അവളുടെ റൂമിലേക്കാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല അല്ലെ? അതുപോലെ തന്നെ ആൽബർട്ടിനും പല കാര്യങ്ങളും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് മരിയോട് തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ നീ ഇവിടെ ചെയ്യും? പക്ഷെ അതിനു മുന്നേ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു വ്യക്തത വരാൻ വേണ്ടി നിങ്ങൾ ഒരു കാര്യം ശരിക്കും മനസ്സിലാക്കുക. അതായത് മരിയ താമസിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അതുപോലെ തന്നെ അവളുടെ ആ ഒരു റൂം ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവളുടെ ആ ഒരു വീടിന്റെ സെറ്റപ്പ് അതിന്റെ ഈച്ചക്കോപ്പി ആയിട്ട് തേർഡ് ഫ്ലോറിൽ അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നീട് മരിയ കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. അവൾ നേരത്തെ പറഞ്ഞതുപോലെ ജെറോം ഭയങ്കര ഡ്രഗ് അഡിക്റ്റ് ആണ്. പോരാത്തതിന് മകളെയും അവളെയും നന്നായിട്ട് ഉപദ്രവിക്കും. ശരിക്കും അയാളുടെ ആ ഒരു ഭീകരത കണ്ട് പേടിച്ചിട്ടാണ് മകളായിട്ടുള്ള ആനിയുടെ സംസാരശേഷി വരെ ഇല്ലാതായത്. അതുകൊണ്ട് തന്നെ മരിയ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ആ ഒരു കൊലപാതകത്തിൽ അവൾ പെടാനും പാടില്ല. അതിനുവേണ്ടി വ്യക്തമായ ഒരു പദ്ധതി മരിയക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു ഡേറ്റിനായിട്ട് ഒരാളെ കൂട്ടിക്കൊണ്ടുവരണം വീട്ടിലേക്ക്. എന്നാൽ അയാളുമായിട്ട് ഔട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ജെറോം മരിച്ചു കിടക്കുന്ന രീതിയിൽ കാണുകയും വേണം. അപ്പൊ അയാളും കൂടെ ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷിയാവുമല്ലോ. ജെറോം മരണപ്പെട്ടു എന്ന് അവൾക്ക് വരുത്തി തീർക്കുകയും ചെയ്യാം. മനസ്സിലായില്ല അല്ലേ? വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അന്ന് രാത്രി മരിയയ്ക്ക് ഒരു ബോയ് ഫ്രണ്ടിന് ആവശ്യമായിരുന്നു ഡേറ്റിങ്ങിന് പോകാനായിട്ട്. അതിനുവേണ്ടി ഒരുത്തിനെ വിളിച്ചു വരുത്തി. എന്നാൽ അവൻ മരിയയുടെ കൂടെ ഒരു കുഞ്ഞിനെ കണ്ട് പേടിച്ച് അവിടെ നിന്ന് പോയി. പിന്നെ ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ആൽബർട്ട് വന്നു. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ മരിയ ഇപ്പൊ ആൽബർട്ടിനെയും കൂട്ടി നേരെ ആ അപ്പാർട്ട്മെന്റിന്റെ തേർഡ് ഫ്ലോറിലേക്ക് പോവാണ്. അവിടെ അവളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ഒറിജിനൽ വീടിന്റെ അതുപോലെ ഉണ്ടാക്കി വെച്ച സെറ്റപ്പാണ്. അങ്ങോട്ടേക്കാണ് ആൽബർട്ടുമായിട്ട് ആദ്യം ചെന്നത്. എന്നിട്ട് അവനൊരു ഗ്ലാസ് വൈൻ എല്ലാം കൊടുത്ത് മകളെ ഇപ്പൊ കെടുത്തിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അവൾ ആ ഒരു മൂന്നാമത്തെ നിലയിൽ നിന്നും താഴേക്ക്, അതായത് രണ്ടാമത്തെ ഫ്ലോറിൽ പോയിട്ട് അവിടെ മകളെ കെടുത്തി. അതുപോലെ തന്നെ അവളുടെ ഭർത്താവ് ഓൾറെഡി അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഓൾറെഡി ഡ്രഗ് അടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. എന്നാൽ അവന്റെ ബോധം പൂർണ്ണമായിട്ടും അങ്ങനെ പോയതല്ല. അവൻ ഉപയോഗിക്കുന്ന ഡ്രഗ് ഉണ്ടല്ലോ, അത് വളരെ കൂടിയ അളവിൽ നന്നായിട്ട് അരച്ച് കലക്കി അവന് കൊടുത്ത് അവനെ എന്താ പറയാ ബോധം കെടുത്ത് ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു മ്യൂസിക്, അത് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു, പതിയെ തുടങ്ങി പെട്ടെന്ന് ഭയങ്കര ലൗഡ് ആവുന്ന ഒരു തരം മ്യൂസിക്കാണ്. അപ്പൊ ആ ഒരു ലൗഡായ സമയം നോക്കി അവന്റെ ദേഹത്തേക്ക് ഇപ്പോ മരിയ ഷൂട്ട് ചെയ്യാണ്. അതോടെ അവനെ കൊന്നുകളി. അപ്പൊ അവിടെ വെച്ച് മരിയ ആ ഒരു കൊലപാതകം ചെയ്ത് ഒന്നും അറിയാത്തതുപോലെ തന്നെ മൂന്നാമത്തെ ഫ്ലോറിലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് അവളുടെ മുഖത്തൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആൽബർട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കിളിക്കൂട് ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്രിസ്മസ് ട്രീയിൽ വെച്ചു. ഇതിനുശേഷം കുറെ നേരം അവന്റെ കൂടെ ജോലിയായി നിന്നിട്ട് മരിയ പറയണം നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന്. അങ്ങനെ ആൽബർട്ടും മരിയും കൂടെ പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി 2 മണിക്കൂറിന് ശേഷം തിരിച്ചു വന്നു. എന്നാൽ പോയത് മൂന്നാമത്തെ ആ ഒരു ഫ്ലോറിലേക്കല്ലായിരുന്നു, പകരം അവളുടെ ശരിക്കുള്ള വീട്ടിലേക്കായിരുന്നു. അവിടെ ഓൾറെഡി മരിയ ആരെ കൊന്നു വെച്ചിട്ടുണ്ട്, ജെറോമിനെ കൊന്നു വെച്ചിട്ടുണ്ട്. എന്നാൽ ആൽബർട്ട് വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താ, ഇവർ പോയ സമയത്തില്ലായിരുന്നു, ഇപ്പൊ വന്നപ്പോ ഉണ്ട്. ഇവരിങ്ങനെ പോയത് അറിഞ്ഞ് ആത്മഹത്യ ചെയ്തതാണ് ഈ മനുഷ്യൻ. അപ്പൊ അതിനുള്ള ഒരു ദൃക്സാക്ഷിയാണല്ലോ ആൽബർട്ട്. ഇപ്പോ അപ്പൊ പോലീസ് വരുമ്പോൾ അവനും കൂടെ സാക്ഷി പറയാലോ, ഒരു കള്ളസാക്ഷി അവൾക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഒരു പ്ലാൻ. എന്നാൽ നൈസായിട്ട് ആ ഒരു പ്ലാനിങ് പാളിപ്പോയത് നമ്മുടെ ആൽബർട്ട് ജയിലിൽ നിന്ന് വന്ന ഒരു കൊലയാളി ആയതുകൊണ്ടാണ്. സോ അതുകൊണ്ടാണ് അവനെ നൈസായിട്ട് ഒഴിവാക്കിയിട്ട് രണ്ടാമതും ഒരാളെ തപ്പി മരിയ പോയത്, അതായത് റോണി. എങ്ങനെയാണോ ആൽബർട്ടിനെ അവൾ ട്രീറ്റ് ചെയ്തത് അതുപോലെ തന്നെ റോണിയും ട്രീറ്റ് ചെയ്തു. അങ്ങനെ പോലീസുകാർ വന്നു. റോണി രണ്ടാമത്തെ തവണ അവളുടെ വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ ഇതുപോലെ ജെറോമിന്റെ ബോഡി കാണുകയാണ്. അപ്പൊ അവൻ നുണ പറയുന്നൊന്നുമില്ല, സാറേ ഞാൻ കണ്ടതാ, നേരത്തെ വന്നപ്പോൾ ഇയാൾ ഇവിടെ ഇല്ലായിരുന്നു, പിന്നെ വന്നപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്ത് എടുക്കായിരുന്നു എന്ന് അയാൾ പോലും അറിയാതെ മരിയയ്ക്ക് വേണ്ടി അയാൾ സാക്ഷി പറഞ്ഞു. അപ്പൊ ഇത് തന്നെയായിരുന്നു മരിയക്കും വേണ്ടിയിരുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും ആൽബർട്ടിന് മനസ്സിലായല്ലോ. സോ ഇനിയിപ്പോ എന്തിനെല്ലാം മറിച്ച് വെക്കുന്നത്, ഒരുമിച്ച് നിന്റെ പണി എന്താ വെച്ചാൽ അത് ചെയ്തു തീർക്കാം. അതായത് രണ്ടാമത്തെ ഫ്ലോറും കഴിഞ്ഞ് മൂന്നാമത്തെ ഫ്ലോറിലേക്ക് പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഈ റൂം ഇവിടെ കാണാൻ പാടില്ല. പൂർണ്ണമായിട്ടും എല്ലാം അടിച്ച് പൊളിച്ച് അതൊരു ആ ഒരു
ഉപയോഗിക്കാത്ത റൂം പോലെ ആക്കി മാറ്റലാണ് മരിയയുടെ ലക്ഷ്യം. അതിനായിട്ട് അവളെ ഇപ്പോൾ ആൽബർട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടെ വെച്ച് അവരങ്ങനെ ഓരോന്നും തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ ഇവിടെ വന്നു പോയ റോണി ഉണ്ടല്ലോ, അവന്റെ ആ ഒരു പേഴ്സ് ആൽബർട്ടിന് കിട്ടുന്നുണ്ട്. അതായത് അവന്റെ പേഴ്സ് കാണാതായി എന്ന് പറയുന്നില്ലേ, അത് ആ സോഫയിൽ അവൻ മനഃപൂർവ്വം തിരികെ വെച്ചതായിരുന്നു. അതിന്റെ പേരിൽ രണ്ടാമത് ഇങ്ങോട്ടേക്ക് വീണ്ടും തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും ആ ഒരു പേഴ്സ് ഇപ്പോൾ ആൽബർട്ടിന് കിട്ടുന്നുണ്ട്. അത് തുറന്നു നോക്കിയപ്പോൾ അത് റോണിയുടെ പേഴ്സാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അവൻ ഫാമിലിയുള്ള ആളാണ്, ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്. സോ അതുപോലൊരു ലൈഫ് ആഗ്രഹിക്കുന്ന ആളാണ് ആൽബർട്ട്. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഇതുപോലൊരു സിറ്റുവേഷനിൽ ആൽബർട്ട് ഇപ്പോൾ മരിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അവളുടെ യഥാർത്ഥ റൂം, അതായത് രണ്ടാമത്തെ ഫ്ലോർ, അങ്ങോട്ടേക്ക് ചെന്നു. കാര്യങ്ങളെല്ലാം നീ വിചാരിച്ചതുപോലെ നടക്കട്ടെ, അതുപോലെ തന്നെ നിന്റെ മകള് ഉണരുകയാണെങ്കിൽ എന്റെ ഗിഫ്റ്റായിട്ട് ഇത് അവൾക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു മരത്തുനിന്ന് വീണ്ടും ഊരിയെടുത്ത ആ ഒരു കിളിക്കൂടുണ്ടല്ലോ അത് അവിടെ വെക്കുകയാണ്. അതായത് ആനിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ ആ ഒരു രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അധികം വൈകാതെ നേരം വെളുത്തു. വീണ്ടും സ്റ്റേഷനിൽ കാണിക്കുകയാണ്. ഇന്നലെ തന്നെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ റോണി അവൻ എന്തോ ഒരു ഉടായ്പ കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ട് പോലീസുകാർ നല്ല പെട കൊടുത്തു. അപ്പൊ അവന് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഇവരുടെ കൂടെ മരിയെ സഹായിക്കാനായിട്ട് ആൽബർട്ട് എന്ന് പേരുള്ള ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ഈ റോണി തന്നെയാണ് അവൻ വന്ന കാര്യമൊന്നും പറയണ്ടെന്ന് മരിയോട് പറഞ്ഞത്. എന്നാൽ അവനായിട്ട് തന്നെ അടി കൊണ്ടപ്പോൾ ഈ കാര്യം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആൽബർട്ടിനെ ഈ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. മാത്രമല്ല ഈ റോണി ഉണ്ടല്ലോ, ഇവന്റെ വിവാഹം കഴിഞ്ഞതാണ്, ഇപ്പൊ ഭാര്യയും വന്നിട്ടുണ്ട്. എന്നാൽ ആ പാവ സ്ത്രീ ഇവന്റെ ഈ ഉടായ്പകളൊക്കെ അറിയുന്ന ഓരോരോ സ്ത്രീകളുടെ പിന്നാലെ വെറുതെ മണപ്പിച്ചുകൊണ്ട് ചെല്ലും. വെറുതെ കുറെ അടിയും കിട്ടും. അല്ലാതെ ഒരു കൊലപാതകം ചെയ്യാനുള്ള ബുദ്ധിയൊന്നും എന്റെ ഭർത്താവിനില്ല സാറേ, ആളൊരു മണ്ടനാണ്, ദയവ് ചെയ്ത് അയാളെ പെടുത്തല്ലേ എന്ന് പറയണം. ഇതേ സമയം തന്നെ ആൽബർട്ടിനോട് പോലീസുകാർ ചോദ്യം ചെയ്യുമ്പോൾ ആൽബർട്ട് കാര്യം സത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അതായത് കുറച്ച് ദിവസം മുന്നേ പരവളിൽ ഇറങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. അതായത് ഇന്നലെ രാത്രി ഞാൻ ആദ്യം ഒന്ന് ബാറിൽ പോയായിരുന്നു, അതുപോലെ തന്നെ പിന്നെ തിയേറ്ററിൽ, പിന്നെ ചർച്ചിൽ പോയി. ചർച്ചിൽ പോയപ്പോഴാണ് ഞാൻ ഈ സ്ത്രീയെ ആദ്യമായിട്ട് കാണുന്നത്. അവരവിടെ തലകറങ്ങി വീണപ്പോൾ ഞാനും അതുപോലെ തന്നെ ഈ റോണിയും കൂടിയാണ് അവരുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടാക്കിയത്. പിന്നീട് അവരുടെ വാച്ച് പള്ളിയിൽ മറന്നു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ പള്ളിയിലേക്ക് തിരിച്ച് ഞങ്ങൾ രണ്ടുപേരും അവരുടെ കൂടെ വന്നു. എന്നാൽ വരുന്ന വഴിയിൽ ഞാൻ റോട്ടിലിറങ്ങി. റോണി ആണെങ്കിൽ ആ മരിയുടെ കൂടെ പോവുകയും ചെയ്തു. ആ നടന്ന കാര്യം അതുപോലെ തന്നെ ആൽബർട്ട് പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ മരിയും പറയാണ്. അതായത് എല്ലാവരും പറയുന്ന ആ ഒരു കാര്യം കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് പോലീസുകാർക്ക് എന്താ പറയുക, ഇവരെ സംശയിക്കാൻ മാത്രമുള്ളൊന്നും അതൊന്നും കിട്ടുന്നില്ല. അതുപോലെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇപ്പൊ രാജ് പത്നിയെ കൂട്ടിക്കൊണ്ടായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എടോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട്, സംഗതി ആത്മഹത്യ തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ നമ്മൾ ഈ സംശയിക്കുന്ന പോലെയൊന്നും ഇതൊരു കൊലപാതകമൊന്നുമല്ല. അതുപോലെ ആ ഒരു ആൽബർട്ട് അവൻ ജയിലിൽ നിന്ന് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, വീണ്ടും ഒരു കൊലപാതകം ചെയ്ത് അവൻ പോകുന്നു തോന്നുന്നുണ്ട്. ഒരു സാധാരണക്കാരനാണ്, കേസിൽ പെട്ടുപോയതാണ്. ഇപ്പൊ പത്നിയും പറയാണ് ശരിയാണ് സാറേ, പക്ഷേ എനിക്ക് ഇപ്പോഴും ചില സംശയങ്ങളുണ്ട്. ഇനിയിപ്പോൾ അത് കൺഫേം ആവണമെങ്കിൽ സംസാരിക്കാത്ത ആ ഒരു പെൺകുട്ടി സംസാരിക്കണം. എന്നാൽ അതെന്തായാലും നടക്കാനായിട്ട് പോകുന്നില്ല. തൽക്കാലം 3 പേരുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വാങ്ങി അവരെ വിട്ടയക്കാന്ന് പറയാണ്. അങ്ങനെ ഓരോരുത്തരുടെ സ്റ്റേറ്റ്മെന്റ് വാങ്ങുന്ന സമയത്ത് ഈ റോണി ഉണ്ടല്ലോ, അവന്റെ കാണാതായ ഒരു പേഴ്സിനെ കുറിച്ച് ഇപ്പൊ ഈ പോലീസുകാരനോട് പറയുന്നുണ്ട്. സാറേ ഇന്നലെ പറയാൻ മടിച്ചിട്ട് പറയാതിരുന്നതാ. അതായത് ഇവളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ട് ഞാൻ കയറി ചെന്നപ്പോൾ ഞാൻ മനഃപൂർവ്വം തന്നെ ആ ഒരു പേഴ്സ് അവിടെ മറച്ചു വെച്ചതാ. അതിന്റെ പേരും പറഞ്ഞ് രണ്ടാമത് പോവാലോ എന്ന് കരുതിയിട്ട്. എന്നാൽ രണ്ടാമത് വന്ന് നോക്കുമ്പോൾ ആ ഒരു പേഴ്സ് അവിടെ ഇല്ലായിരുന്നു. അതായത് അത് മോഷണം പോയിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മുടെ പത്മ അതുപോലെ തന്നെ രാജിന് അതൊരു പിടിവള്ളിയായിരുന്നു. അവർ വിചാരിക്കുകയാണ് ആരാണോ ആ ഒരു പേഴ്സ് കട്ടത് അവൻ തന്നെയായിരിക്കും ആ ഒരു കൊലയാളി. ആ കാര്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടപാട് തന്നെ ആൽബർട്ട് ഒന്ന് ഞെട്ടുന്നുണ്ട്. കാരണം റോണിയുടെ ആ ഒരു പേഴ്സ് ഇപ്പൊ അവന്റെ കയ്യിലാണല്ലോ. സമയമൊക്കെ ഓക്കെ ആയി വരുമ്പോൾ അവന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ആൽബർട്ട് ആ ഒരു പേഴ്സ് കീശയിൽ വെച്ചത്. എന്തായാലും അങ്ങനെ അവളുടെ വീട്ടിൽ കയറിയ ഒരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളൻ തന്നെയായിരിക്കും കൊലപാതകി. ഇതിനുശേഷം രാജ് വരുന്നത് നേരെ ആൽബർട്ടിന്റെ അടുത്തേക്കാണ്. എടാ നീ പരോളിൽ ഇറങ്ങി എന്നല്ല പറയുന്നത്, അതിന്റെ പേപ്പർ ഉണ്ടോ ചോദിക്കുമ്പോൾ ആ സാറേ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പേഴ്സ് എടുക്കുകയാണ്. എന്നാൽ എടുത്ത പേഴ്സ് ആ റോണിയുടെ പേഴ്സ് ആയിരുന്നു. അത് അവന്റെ കീശയിൽ തന്നെയാണല്ലോ. എന്നാൽ ആ ഒരു പേടിയൊന്നും മുഖത്ത് കാണിക്കാതെ അവൻ ആ ഒരു പേഴ്സ് നോർമലായിട്ട് അവന്റെ പേഴ്സ് പോലെ തപ്പിയിട്ട് സാറേ ആ ഒരു പേപ്പർ ഇപ്പൊ എന്റെ കയ്യിലില്ല എന്ന് പറയാണ്. ഇപ്പൊ ഇൻസ്പെക്ടർ രാജ് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു സാധനം വൈകുന്നേരം ഇവിടെ എത്തിക്കണം കേട്ടോ. ഓക്കെ സാറേ. ഇതും പറഞ്ഞ് ഇവർ 3 പേരും ഇവിടുന്ന് പോവാണ്. സ്റ്റേഷൻ വിട്ട് ഇവർ 3 പേര് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ കേസുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ 3 പേരും ഇവിടുന്ന് പോയി പുറത്തെത്തിയെന്ന ആ ഒരു അവസ്ഥ വന്നപ്പോൾ പത്മ എന്ന് പറഞ്ഞ ആ ഒരു ലേഡി ഓഫീസർ ഉണ്ടല്ലോ, ഇപ്പൊ നമ്മുടെ ആനിയെ വിളിക്കുകയാണ്. മോളെ ദാ ഈ കളിപ്പാട്ട് എടുക്കാതെ ഇവിടുന്ന് പോവാണോ എന്ന് ചോദിക്കുകയാണ്. അതായത് ആൽബർട്ട് ആനിക്ക് വേണ്ടി മരിയുടെ കയ്യിൽ ഏൽപ്പിച്ച ആ ഒരു കിളിക്കൂട് ഉണ്ടല്ലോ, അത് തന്നെ. ഈ സിനിമയിൽ ഈ കിളിക്കൂടിന് ഭയങ്കര പ്രാധാന്യമാട്ടോ. അപ്പൊ ആ ഒരു കിളിക്കൂട് മേടിക്കാൻ വേണ്ടിയിട്ട് ആനി പത്മയുടെ അടുത്തേക്ക് വന്ന സമയത്ത് തന്നെ ഈ പത്മ ചോദിക്കുകയാണ് മോൾക്ക് ആരാണ് ഈ ഒരു ഗിഫ്റ്റ് വന്നത്. ചുമ്മാ വെറുതെ ചോദിച്ചതാണ് കേട്ടോ. ഇതേ നേരം തന്നെ ആനി നമ്മുടെ ആൽബർട്ടിനെ ചൂണ്ടിക്കാണിച്ച് ഈ അങ്കിളാണെന്ന് പറയണം. ഇത് കേട്ടപാട് എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. ആൽബർട്ടും അതുപോലെ തന്നെ മരിയ, പോലീസുകാർ. അതായത് ഇയാൾക്ക് നേരത്തെ പരിചയമില്ലാത്ത ഒരാളാണ് മരിയ, അതുപോലെ തന്നെ മരിയയുടെ കുഞ്ഞായിട്ടുള്ള ആനി. അപ്പൊ ഇയാൾ എന്തിനാണ് ആനിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് കൊടുത്തത്? അപ്പൊ 2 പോലീസുകാരും ആൽബർട്ടിനെ സംശയിക്കുന്നത്. അതേ നേരം തന്നെ ഇതൊന്നും വലിയ കാര്യമാക്കാതെ മരി ഓടി വന്നിട്ട് നമ്മുടെ ആനിയെ നോക്കുകയാണ്. കാരണം എത്രയോ നാളുകൾക്ക് ശേഷം ആനി ഇപ്പൊ വായി തുറന്നിരിക്കുകയാണ്, സംസാരിച്ചിരിക്കുകയാണ്. കാരണം ജന്മനാ സംസാരശേഷി നഷ്ടപ്പെട്ട ആളല്ല ആനി. അതായത് പേടിച്ച ആ ഒരു ഷോക്കിൽ അങ്ങനെ ആയിപ്പോയതാണ്. എന്നാൽ ഇപ്പൊ ഇതാ അവളുടെ ആ ഒരു സംസാരം തിരിച്ചു കിട്ടുകയാണ്. ഈ ഒരു നിമിഷം ആൽബർട്ടിന് മനസ്സിലായി എല്ലാ കളിയും അത് വെളിച്ചത്ത് വരാൻ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആൽബർട്ട് കീശയിൽ നിന്നും റോണിയുടെ പേഴ്സ് എടുക്കുകയാണ്. സാറേ എല്ലാ സത്യം ഞാൻ തുറന്നു പറയാന്ന് പറയാണ്. നേരെ റോണിയുടെ അടുത്തേക്ക് ചെന്ന് ഈ പേഴ്സ് കാണിച്ച് ഇത് നിങ്ങളുടെ പേഴ്സ് അല്ലേ? ഇന്നലെ ഈ മരിയയുടെ വീട്ടിൽ കയറിയ ആ ഒരു കള്ളൻ അത് ഞാൻ തന്നെയാണ്. ഈ മരിയ അതുപോലെ തന്നെ റോണി വീട്ടിൽ വന്ന് തിരിച്ചുപോയ സമയം നോക്കി ഞാൻ അവരുടെ വീട്ടിലേക്ക് വീണ്ടും കയറി ചെന്നു.
ചെന്നു അവിടുന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു പേഴ്സ് കിട്ടിയത്. അതിനിടയിൽ ഈ മരിയയുടെ ഭർത്താവായിട്ടുള്ള ജെറോം വീട്ടിലേക്ക് കയറി വന്നു. എനിക്ക് അവനെ കൊല്ലേണ്ടി വന്നു. ഒറ്റയടിക്ക് ആൽബർട്ട് ആ ഒരു കേസ് അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ മോഷ്ടിച്ചിട്ടുണ്ട്. ഈ മരിയയുടെ ഒരു റിംഗ് എന്ന് പറഞ്ഞിട്ട് ആൽബർട്ട് അവന്റെ ആ ഒരു പോക്കറ്റിൽ നിന്നും, അതായത് പേഴ്സിൽ നിന്നും, അവൻ ആദ്യം പ്രണയിച്ച ആ ഒരു പെണ്ണുണ്ടല്ലോ രാധ, അവൾക്ക് വേണ്ടി വെച്ച ആ ഒരു റിംഗ് അതെടുക്കുകയാണ്. സാർ ഇതുകൂടെ ഞാൻ മോഷ്ടിച്ചതെന്ന് പറഞ്ഞിട്ട് അത് നേരെ മരിയയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. എന്നാൽ ഇവിടെ വെച്ച് മരിയയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആൽബർട്ട് ചെയ്തു കൊടുത്ത ഈ കാര്യങ്ങൾ. എന്നാലുണ്ടല്ലോ ആ ഒരു മോതിരം അത് കയ്യിൽ മേടിക്കാതെ മരിയ അവളുടെ വിരലുകൾ നീട്ടിക്കൊടുക്കുകയാണ്. ആ വിരലിൽ ആൽബർട്ട് ആ ഒരു റിംഗ് ഇടുന്നുണ്ട്. തനിക്ക് വേണ്ടി ഇത്രയും ചെയ്ത് ഈ ആൽബർട്ടിനെ അവളുടെ ലൈഫിലേക്ക് അവൾ സ്വീകരിക്കുകയാണ്. എന്നാൽ കണ്ടു നിൽക്കുന്ന പോലീസുകാർക്കൊന്നും ഈ കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. ഇനി എത്ര കാലം ആൽബർട്ട് ജയിലിൽ കിടന്നാലും അവൻ വരുന്നത് വരെ മരിയ കാത്തിരിക്കും. ഒരു സെക്കൻഡ് കൊണ്ട് അവിടെ സംഭവിച്ച ആ ഒരു കാര്യങ്ങൾ അതെന്താണെന്ന് നോക്കിയല്ലേ. എന്തായാലും സ്വയം ആ ഒരു കുറ്റം ഏറ്റെടുത്തുകൊണ്ട് ആൽബർട്ട് നേരെ പോയിട്ട് സ്റ്റേഷന്റെ ഒരു മൂലക്ക് പോയിട്ട് ഇരിക്കുകയാണ്. ഇതോടെ ഈ ഒരു സിനിമ ഇവിടെ തീരുന്നുണ്ട്. എന്നാൽ നിങ്ങൾ പല ആൾക്കാർക്കും ഒരു സംശയം തോന്നിയിട്ടുണ്ടാവും, ഒറ്റയടിക്ക് എന്തുകൊണ്ടാണ് ആൽബർട്ടിന്റെ ആ ഒരു ഓഫർ മരിയ സ്വീകരിച്ചത്? തന്റെ ആദ്യത്തെ ടോക്സിക് ആയിട്ടുള്ള ഭർത്താവിന്റെ ആ ഒരു എന്താ പറയുക ഉപദ്രവം കാരണം സംസാരശേഷി വരെ നഷ്ടപ്പെട്ട ആനി, അവൾക്ക് സംസാരം തിരിച്ചു കിട്ടിയത് ആൽബർട്ട് കാരനാണ്, അവന്റെ പേര് പറഞ്ഞപ്പോഴാണ്. അതിനു പുറമെ മരിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒറ്റയടിക്ക് ആ ഒരു കുറ്റം ഏറ്റെടുത്ത സ്ഥിതിക്ക് എന്തിനീ ഒരു മനുഷ്യനെ റിജക്ട് ചെയ്യണം? ആ മോതിരവുമായിട്ട് ആൽബർട്ട് വരുന്ന സമയത്ത് മരിയ അത് സ്വീകരിക്കല്ലാതെ അവൾ വേറെ എന്ത് ചെയ്യും? അതല്ലേ ഏറ്റവും നല്ല തീരുമാനം. അതുപോലെ തന്നെ ആൽബർട്ട് അവന് വേണ്ടതും ഒരു നല്ല ലൈഫായിരുന്നു. തീർച്ചയായിട്ടും ജയിലിൽ പോയിട്ട് അവൻ വരുന്നത് വരെ ഉറപ്പായിട്ടും മരിയ കാത്തിരിക്കും. ഇനി വേറൊരു കാര്യം, സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ രണ്ട് വിഷ്വല്, ഒരു ഭാഗത്ത് ഒരു മിക്സിയിൽ ചമ്മന്തിപ്പൊടി, മറുഭാഗത്ത് ആ ഒരു മിക്സിയിൽ കുറെ ഗുളികകൾ ഇട്ടടിക്കുന്നു. ഇപ്പം മനസ്സിലായോ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്? അതുപോലെ തന്നെ ആ ഒരു ചമ്മന്തിപ്പൊടിയിൽ ഒരു മോതിരവും. ഓക്കെ, മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ആ ഒരു കാര്യം പറഞ്ഞുതരാം. ആൽബർട്ട് അവന്റെ ആദ്യത്തെ പ്രണയിനിക്ക് വേണ്ടിയിട്ട് ആ ഒരു ചമ്മന്തിയിൽ വെച്ച് മോതിരം കൊടുത്താണ് ആ ആദ്യ വിഷ്വൽ കാണിക്കുന്നത്. അതുപോലെ മരിയ അവളുടെ ഭർത്താവിനെ കൊല്ലാനായിട്ട് ഡ്രഗ്സ് ഓവർഡോസ് ആക്കി അടിക്കാൻ വേണ്ടി ആ ഒരു മിക്സിയിലിട്ട് പൊടിച്ചതാണ് ഇപ്പുറത്തെ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.